السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 216 കംപ്ലീറ്റ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 217, 18 ആയത്തുകൾ നോക്കാം. 217 കുറച്ച് ലോങ് ആയതാണ്. യസ്അലൂനക അനിശ്ശഹരിൽ ഹറാമി ഖിതാൽ يسألونك عن الشهر الحرام قتال فيه قل قتال فيه كبير وصد عن سبيل الله وكفر به والمسجد الحرام وإخراج أهله منه أكبر عند الله والفتنة أكبر من القتل ولا يزالون يقاتلونكم حتى يردوكم عن دينكم إن استطاعوا ومن يرتد منكم عن دينه فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون. നബിയെ, നിന്നോട് അവര് ഹറാമായ പവിത്രമായ മാസത്തെ, അതായത് അതിൽ യുദ്ധം ചെയ്യുന്നതിനെ പറ്റി ചോദിക്കുന്നു. പറയുക, അതിൽ യുദ്ധം ചെയ്യൽ ഒരു വലിയ കാര്യം തന്നെ ആകുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയലും അവനിൽ അവിശ്വസിക്കലും മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടയലും അതിന്റെ ആൾക്കാരെ അവിടത്തുകാരെ അവിടെ നിന്ന് പുറത്താക്കലും അള്ളാഹുവിന്റെ അടുക്കൽ അതിനേക്കാൾ കൂടുതൽ വലിയതാകുന്നു. ഫിത്ന അല്ലെങ്കിൽ കുഴപ്പം കൊലയേക്കാൾ വലിയതാകുന്നു. അവർക്ക് സാധ്യമായെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ മതത്തിൽ നിന്ന് മടക്കി കളയുന്നത് വരേക്കും അവർ നിങ്ങളോട് യുദ്ധം നടത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തന്റെ മതത്തിൽ നിന്ന് വിട്ടു പിന്തിരിയുകയും അങ്ങനെ അവൻ അവിശ്വാസിയായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്യുന്ന പക്ഷം അപ്പോൾ അക്കൂട്ടർ ഇഹത്തിലും പരത്തിലും അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരും ആകുന്നു. അവർ അതിൽ നിത്യവാസികളായിരിക്കും. വാക്കർത്ഥം നോക്കാം. യസ് അലൂനക ഇന്നലെ പറഞ്ഞ സെയിം വാക്കാണ്. അവർ നിന്നോട് ചോദിക്കും. സീൻ ഹംസ ലാം. അനിഷഹ്റിൽ ഹറാമി. ഷഹ്ർ ഷീൻ ഹറ, ഹറാം ഹ റ മീം. പവിത്രമായ മാസത്തെ പറ്റി. ഖിതാലിൻ അതിൽ യുദ്ധം ചെയ്യുന്നതിനെ പറ്റി. ഓക്കെ, ഖാഫ് ത ലാം. ഫീഹി അതിൽ. കുൽ പറയുക. ഖിതാലുൻ യുദ്ധം ചെയ്യൽ. സെയിം റൂട്ട്. ഫീഹി അതിൽ. കബീറുൻ വലിയതാണ്. കാഫ് ബ റ. വസദ്ദുൻ സ്വാദ് ദാൽ ദാൽ പുതിയ റൂട്ടാണ്. തടയൽ. അൻ സബീലില്ലാഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്. സബീലൊക്കെ നമ്മൾ മുമ്പേ കണ്ടതാണ്, അതുകൊണ്ടാണ് എഴുതാതിരുന്നത്. വകുഫ്റുൻ നിഷേധിക്കലും. സെയിം റൂട്ട് നിങ്ങൾക്ക് അറിയുന്നതാണ്. ബിഹി അവന്. വൽ മസ്ജിദുൽ ഹറാമി മസ്ജിദുൽ ഹറാമിൽ നിന്നും. വ ഇഖ്റാജു ഖ റ റ ജീം പുറത്താക്കലും. അഹ്ലിഹി അതിന്റെ ആളുകളെ. ഹംസ ഹലാം. മിൻഹു അതിൽ നിന്ന്. അക്ബറു വളരെ വലുത്, കൂടുതൽ വലുതാണ്. കാഫ് ബറോ. ഇൻദല്ലാഹ് അള്ളാഹുവിന്റെ അടുക്കൽ. വൽ ഫിത്നതു ഫിത്ന അല്ലെങ്കിൽ കുഴപ്പം. ഫ ത നൂൻ. അക്ബറു കൂടുതൽ വലിയത്. മിനൽ ഖത്ൽ കൊലയേക്കാൾ. വലാ യസാലൂന അവർ ആയിക്കൊണ്ടിരിക്കും. സൈ യ ലാം. യുഖാതിലൂനകും അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഖാഫ് ത ലാം. ഹത്ത വരേക്കും. യറുദ്ദൂക്കും അവർ നിങ്ങളെ മടക്കുന്ന. റോ ദാൽ ദാൽ റദ്ദ്. അൻദീനിക്കും നിങ്ങളുടെ മതത്തിൽ നിന്ന്. ദാല്യ നൂൻ. ഇനിസ്തതോഉ അവർക്ക് സാധ്യമായെങ്കിൽ. തോ വൗ ഐൻ. വമൻ ആര്. യർതദിദ് പിന്തിരിയുന്നുവോ. റോ ദാൽ ദാൽ. മിൻകും നിങ്ങളിൽ നിന്ന്. അൻദീനിഹി തന്റെ മതത്തിൽ നിന്ന്, അവന്റെ മതത്തിൽ നിന്ന്. ഫയമുത്ത് എന്നിട്ട് അവൻ മരിക്കുകയും. ഫയമുത്ത് മീം വൗ ത മൗത്ത് എന്ന് പറഞ്ഞ വാക്കിലാണ്. വഹുവ അവനായിരിക്കെ. കാഫിറുൻ സത്യനിഷേധി. ഫഉലൈക എന്നാൽ അക്കൂട്ടർ. ഹബിതത് നിഷ്ഫലമായി. ഹബതോ അഅമാലുഹും അവരുടെ പ്രവർത്തനങ്ങൾ. ഐൻ മീം ലാം അമലിന്റെ പ്ലൂറലും. ഫിദ്ദുന്യ ഇഹ്ലോകത്തിൽ. വൽ ആഖിറ പരലോകത്തിലും. വഉലൈക അക്കൂട്ടർ. അസ്ഹാബ് ആൾക്കാരാണ്. സ്വഹാബന്റെ പ്ലൂറലാണ്. സ്വാദ് ഹാബ.
അന്നാരി നരകത്തിന്റെ, ഹും അവർ, ഫീഹ അതിൽ, ഖാലിദൂൻ നിത്യവാസികളാണ്. തഫ്സീർ നോക്കാം. യസ്അലൂനക അനി ഷഹ്റിൽ ഹറാം, അവര് നിങ്ങളോട് ചോദിക്കുന്നു എന്തിനെ കുറിച്ച്? ഷഹ്റിൽ ഹറാം, അല്ലെ, പരിശുദ്ധമായ മാസത്തെ കുറിച്ച്. അപ്പം ആരാ ചോദിക്കുന്നത്? ഇന്നലെ പറഞ്ഞ അതേപോലെ സഹാബാക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പരിശുദ്ധമായ മാസത്തെ കുറിച്ച് ചോദിക്കാണ്. എന്താണ് ഈ മാസം? എന്താണ് പരിശുദ്ധ മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധം ഹറാമാക്കിയ മാസങ്ങളാണ്, അല്ലെ. ആ മാസങ്ങളിൽ മുസ്ലിങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള അനുവാദം ഇല്ല. അപ്പം ആളുകള് സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഖിതാലും ഫീ, ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നതിനെ പറ്റി. ആ മാസത്തിൽ യുദ്ധം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ ആ മാസങ്ങളിൽ? അതായത് എന്തെങ്കിലും ചില കാരണങ്ങളാൽ ചില ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. ആക്ച്വലി ഇങ്ങനെ ചോദിക്കാൻ അതിനൊരു കാരണമുണ്ട്, അതിന്റെ പിന്നിൽ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒരു സംഭവം നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഗ്രൂപ്പ് ആളുകളെ നഹ്ലയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. നഹ്ല എന്ന് പറയുന്നത് മക്കയിലെ തായിഫിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കുറച്ച് സഹാബാക്കളെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ മുശ്രിക്കീങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഖുറൈശികളുടെ പ്രവർത്തനങ്ങൾ എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കറിയാം മദീനയിലുള്ള മുസ്ലിങ്ങളും മക്കയിലുള്ള മുശ്രിക്കുകളും, അല്ലെ, അവര് എന്താണ്, യുദ്ധത്തിലാണ്, അല്ലെ, പരസ്പരം യുദ്ധത്തിലാണ്. അപ്പൊ പലപ്പോഴും ശത്രുക്കളുടെ മെയിൻ പണി എന്താണ്? അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ മക്കയിലെ മുശ്രിക്കീങ്ങള് നമ്മളെ മദീനയിലെ മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പരിപാടി അവിടെ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. കാരണം അവരൊക്കെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ചെയ്യുന്ന ഒരു നേതാവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ കാരണത്താല് അദ്ദേഹം കുറച്ച് സഹാബാക്കളെ അവിടുത്തെ ആ ഒരു ഏരിയയിൽ നഹ്ലയിൽ എന്താണ് അവിടെ നടക്കുന്നത്, അവരുടെ മുശ്രിക്കീങ്ങൾ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അബൂ ഉബൈദ ഇബ്ൻ അൽ ജറയുടെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് അയക്കും. യുദ്ധം ചെയ്യാനല്ല അയക്കുന്നത്, അവിടെയുള്ള ആളുകളെ അറ്റാക്ക് ചെയ്യാനല്ല അയക്കുന്നത്, ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രം. അങ്ങനെ ഇവർ പോയ സമയത്ത് അവിടെ മുശ്രിക്കീങ്ങളിലെ ഒരു ഗ്രൂപ്പ് ബിസിനസ്മാൻ, അവര് കച്ചവട യാത്രയ്ക്ക് വേണ്ടി പോകുന്ന ഒരു കൂട്ടം ആളുകളെ കാണും. ഓക്കെ, ഈ പറഞ്ഞ ആൾക്കാരും പറഞ്ഞ പോലെ യുദ്ധത്തിനൊന്നും അല്ല, ഈ മുശ്രിക്കീങ്ങൾ പോലും അവരവരുടെ കച്ചവട യാത്രക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മരുഭൂമിയിലൂടെ. പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഈ രണ്ട് കൂട്ടരും തമ്മിൽ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിട്ട് അത് ഒരു അടിയിലെത്തും. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും അങ്ങനെയാണല്ലോ, അല്ലെ. ചിലപ്പോൾ വാക്കുകൊണ്ടുള്ള സംസാരങ്ങൾ അത് വാക്ക് തർക്കത്തിലേക്ക് എത്തും, അത് പിന്നീട് ശാരീരികമായിട്ടുള്ള ഫൈറ്റിങ്ങിലേക്ക് എത്തും. അങ്ങനെ ഈ ഒരു അടി അവരൊക്കെ ഇടയിൽ നടക്കുമ്പോൾ ഒരു മുസ്ലിം, സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ച കൂട്ടത്തിലുള്ള ഒരു മുസ്ലിം ഈ കൂട്ടത്തിലുള്ള ഒരു മുശ്രിക്കിനെ കൊല്ലാനിടയായി. ഇബ്ൻ അൽ ഹദ്റുമി എന്ന് പറഞ്ഞ ഒരാള് മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. ആക്ച്വലി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ പോയവരല്ല, ഇവര് അവിടുത്തെ അവസ്ഥ അന്വേഷിക്കാൻ പോയവരാണ്. അവരവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉള്ള യാത്രയിലാണ്. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി, അല്ലെ, കൈവിട്ടു പോയതാണ്. അവർ ആ വാക്തർക്കത്തിനിടയിൽ ഒരു മുശ്രിക്ക് മുസ്ലിമിന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു. ആക്ച്വലി ഇത് റജബ് മാസമായിരുന്നു. സുബ്ഹാനല്ലാഹ്. റജബ് മാസത്തിൽ നമുക്കറിയാം, അല്ലെ, റജബ് പരിശുദ്ധ മാസങ്ങളിൽ പെട്ടതാണ്. ജമാഅത്ത് സാനിക്ക് ശേഷമാണ് റജബ് വരുന്നത്. പക്ഷെ ഈ പോയ മുസ്ലിങ്ങൾ വിചാരിച്ചത് ഇത് ജമാഅത്ത് സാനി, അതായത് ജമാഅത്ത് സാനിയുടെ അവസാനത്തേക്ക് ആണ് ഇവര് പോകുന്നത്. ഓക്കെ, ഇത് ജമാഅത്ത് സാനിയാണ്, അതിന്റെ ലാസ്റ്റ് ഡേ ആണ്. ആ ഒരു അസംഷനിലാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഈ അബദ്ധം പറ്റുന്നത്. പക്ഷെ റജബ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം സത്യം പറയുകയാണെങ്കിൽ അവര് റജബിലാണ് ഈ ഒരു കൊലപാതകം, ഒരു മുശ്രിക്കും ആയ മനുഷ്യനെ കൊന്നത്. ഓക്കെ, അവർക്കറിയാതെ പറ്റിയ ആക്സിഡന്റലി പറ്റിയ, അവരുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് സ്ലിപ്പായിട്ട് പറ്റിയ ഒരു അപകടമാണ് ഈ ഒരു കൊലപാതകം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഇത് നടന്നത്. ജസ്റ്റ് ഒരു ആക്സിഡന്റ് ആയിരുന്നു. പക്ഷേ ആൾക്കാർ ഇതിനെ വലിയ സംഭവമാക്കി. ആരാ സംഭവമാക്കിയിട്ടുണ്ടാവുക? മുശ്രിക്കുകൾ, അല്ലെ, ശത്രുക്കളാണല്ലോ. സുബ്ഹാനല്ലാഹ്. അവര് പറഞ്ഞു വരുത്താൻ തുടങ്ങി. എന്ത് കണ്ടില്ലേ, ഈ മുസ്ലിങ്ങൾ ഇവര് ഭയങ്കര ആൾക്കാരാണ്, ഭയങ്കര ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, അള്ളാഹു സുബ്ഹാനഹു തആല ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരാണ്, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന ആൾക്കാരാണ്, ഹറമിനെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്, കഅബയെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ട് കണ്ടില്ലേ, ഇവർക്ക് പരിശുദ്ധമായ മാസത്തിന് യാതൊരു റെസ്പെക്റ്റും ഇല്ല. അവരിതാ പരസ്പരം കൊന്നു കളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ മാസത്തിൽ അവരിതിനെ വലിയൊരു ഇഷ്യൂ ആക്കി. അപ്പം ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, സഹാബാക്കള്, എന്താണ് ഇതിന്റെ ഒരു അവസ്ഥ?
ഈ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു കാര്യം പറ്റിയിട്ടുണ്ടല്ലോ, അവർക്ക് പുറത്തു കൊടുക്കോ? ഒരു വലിയൊരു തെറ്റാണല്ലോ ചെയ്തത് അല്ലെ? സുബ്ഹാനല്ലാഹ്, എന്താണ് ഇതിന്റെ റിസൾട്ട്? ഇനിയിപ്പോ എന്താ നടക്കാൻ പോണേ? അങ്ങനെ അവർ ചോദിക്കുകയാണ്, യസ്അലൂനക അനിശ്ശഹ്രിൽ ഹറാം അനിശ്ശഹ്രിൽ ഹറാമി ഖിതാലിൻ ഫീഹ്. പരിശുദ്ധ മാസത്തിലുള്ള ഈ ഒരു ഫൈറ്റിംഗ് അല്ലെ, ഈ ഒരു ഖിതാല്, ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എസ്പെഷ്യലി ഇത് സംഭവിച്ച അല്ലെ ഈ മുസ്ലിങ്ങൾ, അവരുടെ കയ്യിൽ നിന്നാണല്ലോ ഈ ഒരു അപകടം പറ്റിയത്. എന്താണ് ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്നത്? അവരെങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യാൻ പോണത്? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിനുള്ള മറുപടി ഖുർആനിലൂടെ ഇറക്കുകയാണ്. കുൽ, പറയുക, ഖിതാലുൻ ഫീഹ്, ആ മാസങ്ങളിലുള്ള, ഓക്കെ, ഈ മാസത്തിലുള്ള യുദ്ധം, കബീറുൻ, അത് വളരെ വലുതാണ്, അതൊരു വലിയ സംഭവം തന്നെയാണ്, ഒരു വലിയ തെറ്റ് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, കബീർ, കാഫ് ബാറോ, വളരെ വലുത്, വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യാന്നുള്ളതും കൊലപാതകം ചെയ്യാന്നുള്ളതും ചെറിയൊരു കാര്യമില്ല, അത് വലിയൊരു തിന്മ തന്നെയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വസ്വദ്ദുൻ അൻ സബീലില്ലാഹ്, ആളുകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയൽ, വ കുഫ്റും ബിഹി, അവനിൽ വിശ്വസിക്കാതിരിക്കൽ, അതായത് കുഫ്ർ, അള്ളാഹുവില് അവിശ്വസിക്കല്, വൽ മസ്ജിദുൽ ഹറാമി, ആളുകളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയല്, വ ഇഖ്റാജു അഹ്ലിഹി മിൻ, അതിലുള്ള ആൾക്കാരെ അതിൽ നിന്ന് പുറത്താക്കല്. സുബ്ഹാനല്ലാഹ്, അതിനുള്ള ആൾക്കാരെ അതിൽ നിന്ന് അതിന്റെ അഹലുകാരെ അതിൽ നിന്ന് പുറത്താക്കല്, ഇതെല്ലാം എന്താണ്? തെറ്റുകളാണ്. അക്ബർ ഇൻദല്ലാഹ്, അക്ബർ, കബീറിന്റെ കബീർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡിഗ്രി ആണ്, അക്ബർ എന്ന് പറഞ്ഞാൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, അതായത് അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, ഏറ്റവും വലുത് അല്ലെ. നമ്മൾ ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷിൽ അല്ലെ, വലുത്, കൂടുതൽ വലുത്, ഏറ്റവും വലുത്, അതുപോലെ ഏറ്റവും വലുതാണ് ഈ പറഞ്ഞ തെറ്റുകളൊക്കെ എവിടെ? അള്ളാഹുവിന്റെ അടുക്കൽ. സുബ്ഹാനല്ലാഹ്, ശരിയാണ്, പരിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യൽ ഒരു തെറ്റ് തന്നെയാണ്, അത് വളരെ വലിയ തെറ്റാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയല്, അവനിൽ അവിശ്വസിക്കല്, പരിശുദ്ധമായ ഹറം, മസ്ജിദുൽ ഹറമിൽ നിന്ന് ആൾക്കാരെ തടയല്, അല്ലെങ്കിൽ ഹറമിൽ നിന്ന് ആൾക്കാരെ പുറത്താക്കല്, അത് ഈ പറഞ്ഞതിനേക്കാൾ വലിയ തെറ്റുകളാണ്. അള്ളാഹുവിന്റെ കാഴ്ചയിൽ, അള്ളാഹുവിന്റെ അടുക്കല് ഈ പറഞ്ഞതിനേക്കാൾ ഏറ്റവും ഭീകരമായിട്ടുള്ള തിന്മകളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ പറഞ്ഞ തെറ്റുകളൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുശ്രിക്കീങ്ങള്, അവരാണല്ലോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെ? സുബ്ഹാനല്ലാഹ്, നിങ്ങള് മുസ്ലിങ്ങളുടെ അടുത്തുനിന്നും അവർക്ക് പറ്റിയ ഒരു കയ്യബദ്ധം അല്ലെ, ഒരു ആക്സിഡന്റിനെ പറ്റി നിങ്ങൾ ഇത്രയും പറയുന്നു, ഇത്രയും വലുതാക്കിയിട്ട് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വലിയ സംഭവമാക്കുന്നത്, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കാണുന്നില്ലേ അല്ലെ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ഓരോ തിന്മകൾക്കും അതിന് പല ലെവലുകളുണ്ട് അല്ലെ? ചിലത് ചെറിയ തിന്മകൾ ഉണ്ടാവും, ചിലത് ഭയങ്കര വലിയ തിന്മകൾ ഉണ്ടാവും അല്ലെ? മേജർ ആയിട്ടുള്ള തിന്മകൾ ഉണ്ടാവും. ഈവൻ മേജർ ആയിട്ടുള്ള തിന്മകൾക്കും പല ലെവലുകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരാള് ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സിനായില്, വ്യഭിചാരത്തിൽ ഏർപ്പെടാന്ന് പറഞ്ഞാൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. എന്നാൽ ഈ ആള് സ്വന്തം അയൽവാസിയുടെ ഭാര്യയുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടാന്ന് പറഞ്ഞാല് അത് അതിനേക്കാൾ കുറച്ചും കൂടെ ഭീകരമാണ് അല്ലെ? അപ്പൊ വലിയ തിന്മകൾ തന്നെ അതിന് പല ലെവലുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കൽ ഒരു തിന്മ തന്നെയാണ്, ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തിന്മയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അനുസരണക്കേട് കാണിക്കല്, അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യല്, അള്ളാഹുവിന് പങ്കു ചേർക്കല്, അത് തിന്മകളിൽ ഏറ്റവും വലുതാണ് അല്ലെ? വലിയ തിന്മകളിൽ തന്നെ ഏറ്റവും വലുതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതെ, ഈ സീക്രട്ട് മന്ത്സിൽ, അതായത് പരിശുദ്ധ മാസങ്ങളിൽ യുദ്ധം ചെയ്യല്, അതിന്റെ പരിശുദ്ധിയെ ഇല്ലാണ്ടാക്കലൊക്കെ വലിയ തെറ്റാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആളുകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയലും, ആളുകളെ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് പുറന്തള്ളലും, അള്ളാഹുവിന്റെ ഹറമിൽ നിന്ന് പുറന്തള്ളലും, അവരെ അവിടെ ഇബാദത്ത് ചെയ്യാൻ അനുവദിക്കാതിരിക്കലും, അള്ളാഹുവിൽ അവിശ്വസിക്കലും അതിനേക്കാൾ വലിയ തെറ്റാണ്. അപ്പൊ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ നിങ്ങൾ ഇത്രയും വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന തെറ്റുകൾ, വസ്വദ്ദുൻ അൻ സബീലില്ലാഹ്, അതാണ് ആദ്യം പറഞ്ഞത് അല്ലെ? സ്വദ് എന്ന് പറയുന്നത് സ്വാദ്, ദാൽ, ദാൽ. സ്വദ് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം സ്റ്റോപ്പ് ചെയ്യാം, സ്വയം ഒരാളെ, അതായത് ഞാൻ തന്നെ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ എന്നെ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അതെനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്, അതിന് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവര് അത് ചെയ്യാൻ വേണ്ടി തുനിയുമ്പോൾ അവര് മുന്നോട്ട് പോകുന്ന അവരെ തടയാം.
ഓക്കെ, ഈ രണ്ടർത്ഥത്തിൽ സ്വയം തടയുക അല്ലെങ്കിൽ മറ്റുള്ളവരെ തടയുക എന്നുള്ള അർത്ഥമാണ് സ്വദ്. സ്വദ്ദുൻ അൻ സബീലില്ല എന്ന് പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ നിന്ന് തടയാം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരാള് സ്വയം അള്ളാഹിന്റെ മാർഗത്തിലേക്ക് പോണില്ല, ഓർ അയാൾ മറ്റുള്ളവർ പോകുന്നതിനെ തടയുന്നു. എന്താണ് അള്ളാഹിന്റെ മാർഗം? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മതം അല്ലെ, ദീനുൽ ഇസ്ലാം. ഒരാൾ സ്വയം നിസ്കരിക്കുന്നില്ല, അത് സ്വദ്ദാണ്. അയാൾ ബാക്കിയുള്ളവരെ നിസ്കാരത്തിനെയും കൂടെ തടയുന്നു, സുബ്ഹാനല്ലാഹ്, അതും ഇതിനകത്ത് പെട്ടു അല്ലെ. ഒരാൾ സ്വയം ഖുർആൻ ഓതുന്നില്ല, ബാക്കിയുള്ളവർ ഖുർആൻ ഓതുന്നതിനെയും കൂടെ തടയുന്നു. അപ്പം പല രീതിയിൽ ഒരാൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയാം ആൾക്കാരെ അല്ലെ. ആക്റ്റീവായിട്ട് ഉദ്ദേശത്തോടു കൂടി ഡെലിബറേറ്റ് ആയിട്ട് ആൾക്കാരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയാം. ഇപ്പം ഉദാഹരണത്തിന് ഒരു ഹിജാബ് ഇടാത്ത ഒരു കുട്ടി അല്ലെങ്കിൽ നിഖാബ് ഇടാത്ത ഒരു സ്ത്രീ, അവർ ഹിജാബ് നിഖാബൊക്കെ ഇട്ട് തുടങ്ങി കഴിയുമ്പോൾ സുബ്ഹാനല്ലാഹ് അല്ലെ, പെട്ടെന്ന് ആൾക്കാർ ചുറ്റുപാടും ഈ വലിയ മുത്തഖിയായിന് അല്ലെ, വലിയ സംഭവമാക്കാണ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഡിസ്കറേജ് ചെയ്യും അല്ലെ. അപ്പോൾ ആ കുട്ടി തീരുമാനിക്കണം, എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് ഇത്രയും വിമർശനങ്ങളൊന്നും താങ്ങാൻ പറ്റില്ല, ഞാനത് നിർത്താണ്. അപ്പം ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ അതിനെ സ്റ്റോപ്പ് ചെയ്യും അല്ലെ. അത് പർപ്പസ്ഫുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം. ഇപ്പം മക്കയിലെ മുസ്ലിങ്ങൾ സുബ്ഹാനല്ലാഹ്, അവര് മറ്റുള്ളവരാൽ അല്ലെ, മുശ്രിക്കീങ്ങളാല് അവരുടെ ദീനിന്റെ കാര്യത്തിൽ തടയപ്പെട്ടിട്ടില്ലേ? വളരെ ക്ലിയർ ആയിട്ടല്ലേ, പ്രത്യക്ഷമായിട്ട് തടയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് അവരെ പീഡിപ്പിക്കാനുള്ള ഒരു ലൈസൻസ് പോലെയായിരുന്നു മുശ്രിക്കീങ്ങൾക്ക് അല്ലെ. അത് സ്വന്തം മക്കളായാലും സഹോദരങ്ങളായാലും ഫ്രണ്ട്സ് ആയാലും അയൽവാസികളായാലും ആരായാലും അവർക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിലെ വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു, എല്ലാ ആളുകളാലും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം മുസ്ലിം ആയപ്പം, അദ്ദേഹം ഖുർആൻ ഓതിയപ്പം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സപ്പോർട്ട് ചെയ്തപ്പോൾ ആളുകൾ അദ്ദേഹത്തിനെ പീഡിപ്പിച്ചിട്ടുണ്ട് അല്ലെ. ശാരീരികമായിട്ട് തന്നെ അദ്ദേഹം മരണത്തിന്റെ വക്കിലെത്തിക്കുന്നവരെ ആ അറ്റം വരെ പീഡിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാരും ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മുസൈബ് ഇബ്നു ഉമർ, ലിസ്റ്റ് അവസാനമില്ലാത്തതാണ് അല്ലെ. അപ്പം അവർ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അവരെ പീഡിപ്പിച്ചിട്ട് അവരെ ദീൻ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് വലിയൊരു തെറ്റാണ്, വസ്വദ്ദുൻ അൻ സബീലില്ലാ. ഇനി ചില സിറ്റുവേഷനിൽ ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് മനഃപൂർവ്വം ആ ഒരു ഉദ്ദേശത്തോടു കൂടി അല്ലാതെ കട്ടായി പോകുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ. അപ്പൊ മനഃപൂർവ്വം അല്ലാതെ, ഉദ്ദേശത്തോടു കൂടി അല്ലാതെയും ചിലപ്പം ദീനിൽ നിന്ന് തടയപ്പെടാം. അതായത് നമ്മൾ ആളുകളുടെ അടുത്ത് ഡീൽ ചെയ്യുമ്പോൾ വളരെ ഹാർഷായിട്ട് കടുപ്പമുള്ള വാക്കുകൾ ഉപയോഗിച്ച് ആൾക്കാരെ വിഷമിപ്പിച്ച് അല്ലെ, അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഭാഗത്തേക്കേ അടുക്കാതിരിക്കാൻ തോന്നും. ഇപ്പൊ പറയാം, നൂറ് സൗദരീന്റെ അഡ്മിന്മാരടുത്ത് അല്ലെങ്കിൽ മിഷ്കാത്തിന്റെ അഡ്മിന്മാരടുത്ത് ഒന്നും ചോദിക്കാനേ പറ്റൂല, ഭയങ്കര ഹാർഷാണ്, ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവരുടെ സംസാരം കേട്ട് നമുക്ക് ബേജാറായി പോവും അല്ലെ. അപ്പൊ ആൾക്കാർ ദീൻ പഠിക്കാൻ വരുമോ? നമ്മളടുത്ത് വരൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഭയങ്കര പ്രയാസമായിട്ട് മാറും. നമ്മൾ ഭയങ്കര റൂഡായിട്ട്, നമ്മൾ ഭയങ്കര അഹങ്കാരത്തോടു കൂടി ദീൻ അറിയാത്ത ആൾക്കാരെ വളരെ കുറച്ച് നിസ്സാരമാക്കി കണ്ട് പുച്ഛിച്ച് അല്ലെങ്കിൽ അവരിലെ തെറ്റുകളെ ഇങ്ങനെ പരസ്യമായിട്ട് എടുത്തു പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ആൾക്കാരെ ദീനിൽ നിന്ന് തടയാണ്. അതിന്റെ അർത്ഥം നമുക്ക് പറയാനുള്ളത് പറയണ്ടെന്നല്ല. നമ്മൾ ചിലപ്പോൾ ഇതുപോലെ ഒരു കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അതിനൊരു രീതിയുണ്ട് അല്ലെ, ഒരു ജെന്റിൽ ആയിട്ടുള്ള ഒരു വഴിയുണ്ട് കാര്യങ്ങൾ ആളുകളുടെ അടുത്ത് പറയാൻ. അവരെ വിഷമിപ്പിക്കാതെ, അവരെ ദീനിൽ നിന്ന് തടയാതെ നമുക്ക് പറയാം. സുബ്ഹാനല്ലാഹ്. അപ്പം അതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ദീനിൽ നിന്ന് അല്ലെങ്കിൽ ദീനിനോട് അടുക്കുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ അടുത്ത കാലത്തൊക്കെ സുബ്ഹാനല്ലാഹ്, ഒരു പക്ഷെ നിങ്ങൾക്കൊക്കെയും കിട്ടുന്നുണ്ടാവും പല മെസ്സേജസും പല മെയിലുകളും. ഇന്ന പണ്ഡിതൻ, അവരെ ഫോളോ ചെയ്യരുത്, അവർ പറയുന്ന ക്ലാസ് കേൾക്കരുത്, അവരെ എഴുതിയ ബുക്ക് വായിക്കരുത്, അവരുടെ ക്ലാസ്സസിൽ നിങ്ങൾ പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അവരത് ചെയ്യുന്നുണ്ട്, അവർ ബിദഅത്ത് ചെയ്യുന്നുണ്ട്, അവരത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, അവർ കുഫ്ർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്. ഈ ഒരു പറച്ചിലിൽ ആരും ഒഴിവല്ല. എല്ലാരെ കുറിച്ചും ഒരു കൂട്ടം പണ്ഡിതന്മാരെ കുറിച്ച് ഒരു ഗ്രൂപ്പ് പറയുമ്പോൾ വേറൊരു കൂട്ടം പണ്ഡിതന്മാരെ കുറിച്ച് വേറൊരു ഗ്രൂപ്പ് പറയും അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് ഏത് നാട്ടിലേതാണെങ്കിലും ഏത് ഭാഷയിലേതാണെങ്കിലും അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് വേറെ ഓരോരുത്തർ ഇങ്ങനെ ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആരും സത്യം പറയണമെങ്കിൽ ഇതിൽ നിന്ന് മുക്തരല്ല.
നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഭൂമിയിൽ ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല. മനുഷ്യന്മാരാരും പെർഫെക്റ്റ് അല്ല. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും ഒരു തെറ്റല്ലെങ്കിൽ വേറൊരു തെറ്റ് ഉണ്ട്. ഈവൻ പണ്ടത്തെ നമ്മൾ പരസ്യമായിട്ട് വലിയ വലിയ പേരുകളുള്ള സ്വീകാര്യമായ പണ്ഡിതന്മാരിലേക്ക് പോകുമ്പോഴും അവരൊക്കെ വലിയ പണ്ഡിതന്മാരായിരുന്നു. പക്ഷെ അവരൊക്കെ മനുഷ്യന്മാരായിരുന്നു. അവരിൽ നിന്നും തെറ്റുകൾ വന്നിട്ടുണ്ടാവാം. അവരും പറഞ്ഞതിൽ അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്ത കാര്യങ്ങൾ 100% കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം പല പണ്ഡിതന്മാരും പിന്നീട് അവർക്കെതിരെ വാദങ്ങൾ വന്നിട്ടുണ്ട്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. പിന്നീട് അവർക്കെതിരെ ഡിസഗ്രിമെന്റ്സ് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെയുള്ള പ്രോപ്പഗാൻഡാസ് അവരെ കേൾക്കരുത്, അവരത്ര മോശക്കാരാണ്, ഇവരിത്ര മോശക്കാരാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ സാധാരണക്കാരായ മനുഷ്യന്മാർ അല്ലെ, ദീനിലേക്ക് പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടി വന്നു നോക്കുന്ന മനുഷ്യന്മാര്, ഇന്നസെന്റ് ആയിട്ടുള്ള സാധാരണ, അതായത് ഈ ഗ്രൂപ്പിസത്തിലും ഇങ്ങനത്തെ വലിയ വലിയ സംസാരങ്ങളിലും വലിയ വലിയ പണ്ഡിതന്മാരുടെ ബാക്ക്ഗ്രൗണ്ടും ഒന്നും അറിയാത്ത സാധാരണ ആൾക്കാർ ദീനിലേക്ക് വരും, ദീൻ പഠിക്കാൻ വേണ്ടി വരും. അവർ മുസ്ലിങ്ങളായിരിക്കും, പുതിയതായിട്ടൊക്കെ എനിക്ക് ദീൻ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് വരും. അല്ലെങ്കിൽ പുതിയ ജനറേഷനിലെ കുട്ടികൾ വരും അല്ലെ, ഔട്ട്സൈഡേഴ്സ് വരും, അമുസ്ലിങ്ങൾ വരും ദീനിനെ കുറിച്ച് അറിയാൻ. അവര് എന്താ ഇതൊക്കെ കേൾക്കുമ്പോ മതി, ഞാൻ കേൾക്കുന്നില്ല. കാരണം ഒരു കൂട്ടര് ഇവരെ കുറിച്ച് പറയും, മറ്റേ കൂട്ടര് അവരെ കുറിച്ച് പറയും. സുബ്ഹാനല്ലാഹ്. ആവശ്യത്തിനായി, അതുകൊണ്ട് ഞാൻ ആ ഏരിയയിലേക്കേ പോണില്ല അല്ലെ, എനിക്ക് ഒരു പണ്ഡിതന്റെ ക്ലാസ്സും കേൾക്കണ്ട. സുബ്ഹാനല്ലാഹ്. നടക്കാറില്ലേ? നമ്മളെ കുട്ടികൾ നമ്മളടുത്ത് ചോദിക്കാറില്ലേ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കുട്ടികളുടെ ഇനീഷ്യേറ്റീവിന്റെ സമയത്ത് നമ്മൾ ഫോം കൊടുത്തപ്പോൾ വളരെയധികം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്തിനാ നമ്മൾ ഫോളോ ചെയ്യുക? എല്ലാത്തിനും ദോഷങ്ങളുണ്ടല്ലോ, എല്ലാത്തിന്റെ ദോഷങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ, എല്ലാവരും തമ്മിൽ തല്ലാണല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ദീനിൽ നിന്ന് തടയുന്ന രീതികളാണ്. അസദ്ദുൻ അൻ സബീലില്ലാഹ്. എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഇനി വേറെ ഒരു രീതി, നമ്മൾ പള്ളിയിലേക്ക് വരികയാണ്. ഓക്കെ, പള്ളിയിലേക്ക് നമ്മൾ വന്ന് നമ്മളെ ചുറ്റുപാടും എല്ലാ സാധനങ്ങളും വാരി വെതറി, ബാഗ് അവിടെ, ഷൂ അവിടെ, സുബ്ഹാനല്ലാഹ് അല്ലെ, ചെരുപ്പൊക്കെ ഇങ്ങനെ ചറച്ചപ്പറായിട്ടിട്ട് ഒക്കെ കൂടെ പുതിയതായിട്ട് പള്ളിയിലേക്ക് വരുന്ന, ആ പള്ളിയിലേക്ക് പോവാനേ തോന്നൂല. അവിടുത്തെ ബാത്റൂമൊക്കെ എൻ്റെ അമ്മോ. അപ്പം അവിടേക്ക് നമ്മൾ ഇത് പള്ളികളിൽ നമസ്കാരത്തിന് തടയുന്ന ആയത്ത് വന്ന സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾക്ക് ഒരു ഓർഡറും ഒരു ഡിസിപ്ലിനും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് വരുന്ന, അള്ളാഹുവിന്റെ ദീനിലേക്ക് വരുന്ന ആളുകളെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ദീൻ പഠിക്കുക. ഓക്കെ, നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് ഓരോരുത്തരും നമ്മളുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. ഈ ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്ട്രീമിലേക്ക് അങ്ങോട്ട് പോവാറുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മളുടെ ഫാമിലിയുടെ ഹക്ക് കൊടുക്കാൻ പറ്റാണ്ടാവും അല്ലെ, അവർക്ക് സമയം കൊടുക്കാൻ പറ്റാണ്ട്, അവരുടെ ആവശ്യങ്ങൾ, ഉമ്മക്ക് എപ്പോഴും ഇതാണ്, സുബ്ഹാനല്ലാഹ് അല്ലെ, അവർ പറയുന്ന എപ്പോഴും ഇതില് എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ ചിലപ്പോൾ കുടുംബം മറന്ന ദീന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ വീട്ടിനകത്തുള്ള ആൾക്കാരെ ഇതിൽ നിന്ന് തടയാണ്. ഇതന്നെ ആയിരിക്കും പണി, ഞാൻ ആ ഏരിയയിലേക്ക് ഇല്ല അല്ലെ, നമ്മളെ മക്കളെ കൊണ്ടും നമ്മളെ ഭർത്താവിനെ കൊണ്ടൊക്കെ നമ്മൾ പറയിപ്പിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ സുബ്ഹാനല്ലാഹ് നമ്മളായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടും വസദ്ദുൻ അൻ സബീലില്ലാഹ് അല്ലെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുക. ഇതൊക്കെ ഇതിനകത്ത് പെട്ടതാണ്. ഞാൻ ഇതിന്റെ ഈ ഒരു വസദ്ദുൻ അൻ സബീലില്ലാഹ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാവാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ സുബ്ഹാനല്ലാഹ് ദീൻ പഠിക്കുകയും ദീനിന്റെ വക്താക്കളാവുകയും ചെയ്യുമ്പോൾ നമുക്കൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മോഡലായിരിക്കുക എന്നുള്ളത് നമ്മുടെ സംസാരം. നമ്മളടുത്ത് ഒരാൾ എന്തെങ്കിലും മോശമായിട്ട് വന്ന് പറയുമ്പോൾ അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ, 4 വർത്താനം അവളോട് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം നമുക്ക് തോന്നുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു മാതൃകയാണ്. പലപ്പോഴും ആളുകൾ ഫത്വകളല്ല നോക്കുക, ആ ടീച്ചർ എന്താ ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ ആ ദീൻ പഠിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത്, അതുപോലെയാണ് ഓരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. അതാണ് ആളുകളുടെ പലപ്പോഴും ഉള്ള വാദം. അപ്പം നമ്മൾ ആ മാതൃകയാവാന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വസദ്ദുൻ അൻ സബീലില്ലാഹിൽ പെട്ടുപോകും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് വളരെ മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, വസദ്ദുൻ അൻ സബീലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മുശ്രിക്കീങ്ങളോടാണ് പറയുന്നതെങ്കിലും നമ്മൾ ഇതിന്റെ അർത്ഥവും വ്യാപ്തിയും അറിഞ്ഞിരിക്കണം. വകുഫ്റും ബിഹി, അവനിലുള്ള അവിശ്വാസം, അള്ളാഹുവിൽ അവിശ്വസിക്കുക, ഇതും വലിയൊരു പാതകം തന്നെ, വലിയൊരു തിന്മയാണ്.
പക്ഷെ നമുക്കറിയാം മക്കയിലെ മുശ്രിക്കീങ്ങള് അവര് വിഗ്രഹങ്ങളെ ലാത്തയും ഉസ്സയും ഒക്കെ ആരാധിച്ചിരുന്നെങ്കിലും അവർ അള്ളാഹുൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു അല്ലെ? അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ അള്ളാഹുൽ വിശ്വസിച്ചിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് കുഫ്റും ബിഹ് എന്ന് പറയുന്നത്? അവരെങ്ങനെയാണ് അള്ളാഹുല് കുഫ്ർ കാണിച്ചത്, അള്ളാഹുലെ നിഷേധം അവിശ്വസിച്ചത്? സുബ്ഹാനല്ലാഹ്, അള്ളാഹു പറഞ്ഞതിന് അവർ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അവർ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഇറക്കിയ കാര്യങ്ങൾ അവർ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഇറക്കിയ പ്രവാചകനെ അവർ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവരാരെയും നിഷേധിക്കുന്നത്? അള്ളാഹുവിനെ തന്നെ അല്ലെ? സുബ്ഹാനല്ലാഹ്, പ്രവാചകനിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ, ഖുർആനിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അവരാരെയാ റിജക്ട് ചെയ്യുന്നത്? അള്ളാഹുവിനെ തന്നെ. സുബ്ഹാനല്ലാഹ്, അപ്പം അവര് വകുഫ്റും ബിഹി, അള്ളാഹുവില് വിശ്വസിച്ചു. സുബ്ഹാനല്ലാഹ്, അതും എന്താണ് വകുഫ്റും ബിഹി എന്ന് പറയുന്നത്? അള്ളാഹുവിൽ അവിശ്വസിക്കലും ഈ പറഞ്ഞ പോലെ വലിയൊരു തിന്മ തന്നെയാണ്. വൽ മസ്ജിദിൽ ഹറാം, ഈ വൽ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ സ്വദ്ദുൻ അല്ലെ, സ്വദ്ദുൻ അൻ സബീലില്ല, ആ സ്വദ്ദിനോട് കണക്റ്റഡ് ആയിട്ടാണ് ഈ വൽ മസ്ജിദിൽ ഹറാം വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം ആളുകളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയാന്നാണ്. സുബ്ഹാനല്ലാഹ്, ശരിക്കും ഈ ഒരു സെന്റൻസിന്റെ അല്ലെ, ഈ ഒരു ആയത്തിന്റെ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ വസ്വദ്ദുൻ അൻ സബീലില്ലാഹി വകുഫ്റും ബിഹി വൽ മസ്ജിദിൽ ഹറാമി അല്ലെ, ഒന്നും അല്ലാണ്ട് ഒരു സെന്റൻസിന്റെ നടുവില് വൽ മസ്ജിദിൽ ഹറാം എന്നുകൊണ്ടേ വെച്ചിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഇതിനെ നമ്മൾ സ്വദ്വായിട്ട് കണക്ട് ചെയ്യുന്നത്? ഒരു കുഞ്ഞി ഗ്രാമർ കാര്യത്തിലേക്ക് വരാം. ഓക്കെ, നമുക്കറിയാം അറബി ഭാഷയില് സുബ്ഹാനല്ലാഹ് ചില വാക്കുകൾ, പ്രത്യേകിച്ച് ചില നൗണുകള്, നാമങ്ങള്, ഇപ്പം ഒരു ഉദാഹരണത്തിന് കുഫ്ർ എന്ന് പറയുന്ന ഒരു നാമം എടുക്കാം. അത് കുഫ്ർ എന്ന് വരാറുണ്ട്, കുഫ്റൻ എന്ന് വരാറുണ്ട്, കുഫ്രിൻ എന്ന് വരാറുണ്ട് അല്ലെ? ഡിഫറെന്റ് ഹറക്കത്തുകൾ, ഒരേ നാമം തന്നെ പല സ്ഥലങ്ങളിൽ പല ഹറക്കത്തുകളോട് കൂടി ഫത്ഹയോ കെസ്രയോ ദമ്മയോ ഇട്ടിട്ട് വരാറുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ? അപ്പം ഈ ഒരു ചേഞ്ച് നിങ്ങൾ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ പറഞ്ഞ ഒരു നാമത്തിന്റെ അവസാനം ഓക്കെ ഫത്ഹയോ കെസ്രയോ ദമ്മയോ വരുന്നതിന് ഇഅ്റാബ് എന്ന് പറയും. ഓക്കെ, ഇഅ്റാബ് എന്ന് പറയുമ്പം ആ ഒരു വാക്കിന്റെ, ആ ഒരു സെന്റൻസിൽ ആ വാക്കിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അതായത് ആ വാക്ക് എന്താണ്, ഒരു കർത്താവാണോ, സബ്ജക്റ്റ് ആണോ, അല്ലെങ്കിൽ കർമ്മമാണോ, ഒബ്ജക്റ്റ് ആണോ എന്ന് കാണിക്കുന്നത് ഈ ഇഅ്റാബാണ്. കാരണം അറബി ഭാഷയിൽ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇംഗ്ലീഷിലുള്ളതുപോലെ ഈസ് വാസ് അല്ല, ഈസ് ആറ് എന്നൊന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഇപ്പം ആ ബുക്ക് മേശയുടെ മേലെ ആണ് എന്ന് പറയണം. ബുക്ക് മേശയുടെ മേലെയാണ്, ഓർ ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അൽ കിതാബു അല ത്വാവില, അത്രേ പറയുള്ളൂ. കിതാബ് എന്ന് പറഞ്ഞ ബുക്ക്, അല എന്ന് പറഞ്ഞാൽ മേൽ, ത്വാവില എന്ന് പറഞ്ഞാൽ ടേബിൾ. ഈസ് ഇല്ല അവിടെ അല്ലെ, ആണെന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല. അപ്പോൾ പലപ്പോഴും നമുക്ക് അറബി ഭാഷയിലുള്ള ഒരു ഫ്രെയിം, ഒരു സെന്റൻസ് കാണുമ്പോൾ അതിന് സബ്ജക്റ്റ് ആണോ അല്ലെ, ഇതിൽ ഏതാ കർത്താവ്, ഏതാ, നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ ഈസിന്റെ മുമ്പ് വരുന്ന ആ ഒരു വെർബിന്റെ മുമ്പ് വരുന്നതാണ് സബ്ജക്റ്റ് നമുക്ക് മനസ്സിലാവും അല്ലെ, മലയാളത്തിലാണെങ്കിൽ നമുക്ക് കർത്താവിനെ മനസ്സിലാക്കാൻ പറ്റും. അറബിയിൽ ഇത്തരത്തിൽ സബ്ജക്റ്റ് ആണോ ഒബ്ജക്റ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ ആ ഒരു നാമത്തിന്റെ അവസാനത്തുള്ള ഹർക്കത്ത് ഫത്ഹയാണോ കെസ്രയാണോ ദമ്മയാണോ, അതായത് ഇറാബ് എന്താണെന്നുള്ളതിന് അനുസരിച്ച് ആയിരിക്കും. സുബ്ഹാനല്ലാഹ്, ഇപ്പം ഒരാൾ പറയാണ് ഐ എം കുക്കിംഗ് ദ ഫുഡ്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അവിടെ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്, കർമ്മമാണ് അല്ലെ? അത് നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും അത് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ ദ ഫുഡ് ഇസ് വെരി ഗുഡ്, ഭക്ഷണം വളരെ നല്ലതാണ്. ഇവിടെ ഭക്ഷണം എന്താണ്, കർത്താവാണ്, സബ്ജക്റ്റ് ആണ്. അപ്പം ആ ഒരു സെന്റൻസിന്റെ മേക്കിങ്ങിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അത് അറിയാൻ പറ്റും. പക്ഷെ അറബിയിൽ ഒരു വാക്ക് കർത്താവാണോ കർമ്മമാണോ എന്നൊക്കെ നമ്മൾ അറിയുന്നത് അതിന്റെ ഇഅ്റാബ് അനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പം അത്രയും മനസ്സിലായല്ലോ. ഇത് ഗ്രാമർ അറിയാവുന്നവർക്ക് പച്ചവെള്ളം പോലെ അറിയുന്ന കാര്യമാണ്. ഗ്രാമറിന്റെ ABCD അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി കൂടുതൽ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഹറക്കത്തിന്റെ ചേഞ്ച് ഉണ്ടാവും. ഒരേ വാക്ക് തന്നെ അൻ, ഇൻ, ഉൻ അല്ലെങ്കിൽ ആ, ഇ, ഉ എന്നുള്ള ഹർക്കത്ത് ചേഞ്ചസിൽ വരും എന്നുള്ളത് മനസ്സിലാക്കാനും അതിനൊരു കാരണം ഉണ്ടെന്ന് മനസ്സിലാക്കാനുമാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടത്തേക്ക് വരാം. വൽ മസ്ജിദി, ഇവിടെ ദാലിന് എന്താണുള്ളത്, മസ്ജിദി, അതെങ്ങനെയാ അവസാനിക്കുന്നത്, കെസ്ര കൊടുത്തിട്ടാണ് അവസാനിക്കുന്നത് അല്ലെ? ഇനി ഈ ഒരു സെന്റൻസിൽ ബാക്കോട്ട് പോകുമ്പോൾ വേറെ ഏത് വാക്കിനാ കെസ്രയുള്ളത്, സബീലില്ല.
സെബീലി അല്ലെ, സെബീലി. ഈ സെബീലിന്റെ തൊട്ട് മുന്നേ ഒരു വാക്ക് വരുന്നുണ്ട്, എന്താണ്? അൻ. അൻ എന്ന് പറയുന്നത് അറബി ഭാഷയില് ഹർഫ് ജർ എന്ന് പറയും. ഓക്കെ, ഹറൂഫ് ജർ, ജറായിട്ടുള്ള ജറാക്കുന്ന ഹർഫുകളുണ്ട്, കുറെ ഉണ്ട്. അതുപോലെ ലി, ബി, മിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള വാക്കുകൾക്ക് ശേഷം വരുന്ന ഇസ്മിനെ അത് ജറ് ചെയ്യും. ജറ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വാക്കിന് ശേഷം വരുന്ന ഇസ്മിന്റെ അവസാനം കെസ്രയായിരിക്കും ഉണ്ടാവാം. ഇവിടെ അൻ വന്നത് കൊണ്ട് സെബീലി എന്നായി. നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും മിൻ, ലി, ബി ഒക്കെ കാണുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള വാക്കിന്റെ അവസാനത്തെ ഹർക്കത്ത് കെസ്രയായിരിക്കും. വേറെ റീസൺസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അറിയാത്തവർ കേട്ടോ, ഗ്രാമർ അറിയാത്തവർ, പുതിയ ആളുകൾ എടുത്ത് പറയണം. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് ഹർഫ് ജറിന് ശേഷം വരുന്ന ഹർഫ് ജറുകൾ കുറെ ഉണ്ട്. ഓക്കെ, അൻ ഒരു ഹർഫ് ജറാണ്. ഹർഫ് ജറിന് ശേഷം വരുന്ന വാക്ക് ഇസ്മ, അതിന് കെസ്ര ഉണ്ടാവും. ഓക്കെ, അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള. അപ്പം ഇവിടെ വസദ്ദുൻ അൻ വന്നതുകൊണ്ട് സബീലില്ലാഹി. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് സദ്ദ് ചെയ്യാം അല്ലെ, തടയാം. അതിനുശേഷം വൽ മസ്ജിദിൽ ഹറാം. ആക്ച്വലി അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? വസദ്ദുൻ അൻ അൽ മസ്ജിദിൽ ഹറാം. അപ്പം ഈ അന്നിനോട് കണക്റ്റഡ് ആണ് ഈ വാവ് ഇവിടെ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ മസ്ജിദുൽ ഹറാമിന്റെ അർത്ഥം നമ്മൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയൽ എന്ന് പറയുന്നത്. ആ ഒരു ഗ്രാമാറ്റിക് കൺസ്ട്രക്ഷൻ, ഗ്രാമർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പം ഇവിടെ വൽ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയൽ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ക്ലാസ് ഒന്നും കൂടെ കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് ഈ വൽ മസ്ജിദുൽ ഹറാം എന്നുള്ളതിന് നമ്മൾ അർത്ഥം വെക്കുമ്പോൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയൽന്ന് ഈ സദ്ദിനോട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയൽ, അതായത് ആളുകളെ അവിടെ ഇബാദത്ത് ചെയ്യാൻ അനുവദിക്കാതിരിക്കൽ, ഇതും വലിയൊരു തെറ്റാണ്, വലിയൊരു പാതകമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഇത് സംഭവിച്ചിട്ടില്ലേ അവിടെ? മുശ്രിക്കുകൾ ഇതും ചെയ്തിട്ടുണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഭവനത്തിൽ ആളുകൾ നമസ്കരിക്കുന്നതിനെ അവർ തടയുന്നുണ്ട്, ഇബാദത്ത് ചെയ്യുന്നതിനെ അവർ തടഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ സുജൂദിൽ പോകുമ്പോൾ അവരെന്താ ചെയ്യുക അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ സീറയിൽ പല പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഒരിക്കലും ഒട്ടകത്തിന്റെ കൊടൽമാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദിലായിരിക്കുമ്പോൾ പെരടിയിൽ കൊണ്ടുപോയിട്ട്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് ഹെവി ആണെന്നല്ലേ. ഒട്ടകം എന്ന് പറയുന്നത് എത്ര വലിയ മൃഗമാണ്, അതിന്റെ വയർ ഇത്ര വലുതാണ്. സുബ്ഹാനല്ലാഹ്, അതിന്റെ കൊടൽമാല സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ കൊണ്ടിട്ടാന്ന് വെച്ചാൽ അനങ്ങാൻ പറ്റൂല അല്ലെ. എന്തൊരു സഫിക്കേഷൻ ആയിരിക്കും അത്. സുബ്ഹാനല്ലാഹ്, ചെറിയ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെറുതാണ് അപ്പൊ. സുബ്ഹാനല്ലാഹ് അല്ലെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് അത് ഓടി വന്ന് എടുത്തു കൊടുക്കുന്നത്. എന്തൊരു വിഷമമുള്ള സിറ്റുവേഷൻ ആയിരിക്കും അല്ലെ. അപ്പം ആളുകളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന്, അവിടെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് തടയൽ, ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നു കഴിഞ്ഞാൽ തടയൽ, ഉംറയ്ക്ക് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ വന്നപ്പം അവർ തടഞ്ഞിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഹുദൈബിയ സന്ധിയൊക്കെ അറിയാമെങ്കിൽ ആ ഒരു സാഹചര്യം. സുബ്ഹാനല്ലാഹ് അല്ലെ, അവര് മക്കയിൽ എൻട്രി ചെയ്യാൻ തന്നെ സമ്മതിക്കുന്നില്ല. അപ്പം വസ്വദ്ദുൻ, ആളുകളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയൽ. വ ഇഖ്റാജു അഹ്ലിഹി, ഇഖ്റാജ് ഖ റ ജീം, പുറത്താക്കൽ, അതായത് പുറന്തള്ളൽ. ഓക്കെ, അഹ്ലിഹി, അതിന്റെ അഹ്ലുകാരെ, അതായത് മസ്ജിദുൽ ഹറാമിന്റെ, പരിശുദ്ധമായ ഹറമിന്റെ അഹ്ലുകാര്, അത് വേറെ അർത്ഥത്തിൽ പറഞ്ഞാല് മക്കയുടെ അഹ്ലുകാര്, മക്കയുടെ ആളുകൾ അല്ലെ. സുബ്ഹാനല്ലാഹ്, അവിടെ മക്കയില് മക്കയിലെ വീട്ടുകാരെ അവർ പുറന്തള്ളിട്ടുണ്ട്. എങ്ങനെ? അവർക്ക് ജീവിക്കാൻ പ്രയാസമുണ്ടാകുന്ന രീതിയിൽ, മക്കയിൽ ഇനി ജീവിക്കാൻ പറ്റൂല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരെ പീഡിപ്പിച്ചിട്ട് അവരെ ഫോഴ്സ്ഫുള്ളി അവിടെ നിന്ന് പുറത്താക്കുക അല്ലെ. ഇഖ്റാജു അഹ്ലിഹി മിൻ, അള്ളാഹു പറയാണ് ഇതൊക്കെ, ഈ പറഞ്ഞ തിന്മകളൊക്കെ അക്ബറു ഇൻദല്ലാഹ്, അത് അള്ളാഹുവിന്റെ കണ്ണില് അതിനേക്കാൾ ഭീകരമാണ്. ഈ പറഞ്ഞ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ഒരു തെറ്റിനേക്കാളും ഭീകരമാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ കാഴ്ചപ്പാടിൽ വളരെ മോശപ്പെട്ട, അതിനേക്കാൾ മോശപ്പെട്ട കാര്യമാണ്. വൽ ഫിത്നതു, ഫിത്ന അല്ലെ, പീഡനം, കുഴപ്പം, അക്ബറു മിനൽ ഖത്ൽ, കൊലപാതകത്തിനേക്കാൾ വലുതാണ്. ഈ അക്ബർ, ഇവിടെ ഈ ഓരോ അക്ബറും ഒന്നിനേക്കാൾ വലുതാണെന്നുള്ള രീതിയിൽ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇന്ന കാര്യത്തിനേക്കാൾ വലുതാണ്. അപ്പം ഇവിടെ ഫിത്ന എന്താണ്? കൊലപാതകത്തിനേക്കാൾ വലുതാണ്. ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലെ.
ഫിത്ന എന്ന് പറഞ്ഞാല് മതപരമായിട്ടുള്ള ആളുകളെ പീഡിപ്പിക്കുക, പെർസിക്യൂഷൻ അല്ലെ. ആളുകൾ ദീനിന്റെ പേരില്, ദീൻ സ്വീകരിച്ചതിന്റെ പേരില് ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുക. ഇത് കൊലപാതകത്തിനേക്കാൾ വലുതാണ്. കാരണം ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞല്ലേ, അയാൾ അതോടുകൂടി ഫിനിഷായി. പക്ഷെ പീഡിപ്പിച്ചുകൊണ്ടേ ഇരുന്നാല് ഒരാൾക്ക് അറിയില്ല ഞാൻ ഇതിനെ സർവൈവ് ചെയ്യോ അല്ലെ, ഇതിനെ എനിക്ക് അതിജീവിക്കാൻ പറ്റുമോ, സുബ്ഹാനല്ലാഹ്, ഞാൻ ഇനി ജീവിക്കോ, എന്നെ ഇനിയും പീഡിപ്പിക്കോ, എന്റെ കുടുംബത്തിനെ പീഡിപ്പിക്കോ, എന്റെ മുമ്പിലിട്ടിട്ട് എന്റെ കുടുംബത്തിനെ ഉപദ്രവിക്കോ, ആ ഒരു ഭയം കൊണ്ട് ജീവിക്കണം അല്ലെ ഫുൾ ടൈം ഫിത്നയാവുമ്പം. അപ്പൊ വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളുടെ അടുത്ത് പറയാണ്, അതെ, ഇതുപോലെ പലതും നിങ്ങൾ കേൾക്കും, ഇതുപോലെ പല വിമർശനങ്ങളും നിങ്ങൾ കേൾക്കും, ആളുകൾ നിങ്ങൾക്കെതിരെ പലതും പറയും അല്ലെ. ഇവിടെ എന്താണ് ആളുകൾ പറഞ്ഞത്? അതായത് മുശ്രിക്കുകളെ കൊല്ലുന്നതിലൂടെ അവിടെ മുസ്ലിമിന് സംഭവിച്ച ഒരു കയ്യബദ്ധത്തിനെ അവര് വലിയ സംഭവമാക്കിയിട്ട് പറയാണ് അല്ലെ, അത് വലിയ തെറ്റാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അള്ളാഹു അവർക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്, അതെ അതെ അത് തെറ്റ് തന്നെയാണ്, പക്ഷെ അതിനേക്കാളും വലിയ തെറ്റാണ് ഇതൊക്കെ അല്ലെ, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ. എന്നിട്ട് അള്ളാഹു മുസ്ലിങ്ങളുടെ അടുത്ത് തിരിച്ച് പറയാണ്, നിങ്ങൾ ഇത് കുറെ കേൾക്കും അല്ലെ. വലാ യസാലൂന യുഖാതിലൂനകും. യസാലൂന സായ് വാവ് ലാം, സവാൽ എന്ന് പറഞ്ഞ വാക്ക്. സവാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്രത്യക്ഷമാകുക. സൂര്യനല്ലേ മേലെ എത്തിയിട്ട് ഉച്ചിയിലെത്തിയിട്ട് താഴോട്ട് വരാൻ തുടങ്ങുന്നതിന് നമ്മൾ സവാൽ എന്ന് പറയാം അല്ലെ, അത് ഇല്ലാണ്ടായി തുടങ്ങുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ വലാ യസാലൂന, അവർ നിർത്തൂല അല്ലെ, അവരെടുത്ത് ഇത് അപ്രത്യക്ഷ ആവൂല, അവരൊരിക്കലും നിർത്തൂല. എന്ത്? യുഖാതിലൂനക്കും, നിങ്ങളുമായിട്ട് ഈ തല്ലുണ്ടാക്കല്. അവര് നിങ്ങളുമായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്ത വരെ, യറുദ്ദൂനക്കും, നിങ്ങൾ തിരിഞ്ഞു കളയുന്നത് വരെ. എവിടെ നിന്ന്? അൻദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിന്ന്. യറുദ്ദൂനക്കും, റോ ദാൽ ദാൽ, റൊദ്. റൊദ് എന്ന് പറഞ്ഞാൽ മടങ്ങാം, തിരിയാം. അപ്പൊ നിങ്ങളുടെ ശത്രുക്കള് അവരിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങളുമായിട്ട് കച്ചറ ഉണ്ടാക്കല് അല്ലെ, നിങ്ങളെ ഇടങ്ങേറാക്കല്, ഫൈറ്റ് ചെയ്യല്, നിങ്ങളെ എതിർക്കല്, നിങ്ങളെ ഉപദ്രവിക്കാനുള്ള തക്കം പാർത്തിരിക്കല്, നിങ്ങളെ വിമർശിച്ചുകൊണ്ടേയിരിക്കല്. ഏതുവരെ? നിങ്ങൾ നിങ്ങളെ ദീന് വിട്ട് കളയുന്നത് വരെ. എന്താ കാരണം? അവർക്ക് നിങ്ങളെ ദീന ഇഷ്ടമല്ല അല്ലെ, അതുകൊണ്ട് നിങ്ങൾ അതിനെ നിൽക്കാൻ അവര് സമ്മതിക്കുകയില്ല. വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനിക്കും. അള്ളാഹു പറയാണ്, ഇനിസ്തതാഉ, അവരെ കൊണ്ട് സാധിച്ചിരുന്നെങ്കിൽ അല്ലെ. ഇനിസ്തതാഉ, ഇസ്തതാഉ താ വാവ് ഐൻ. ഇസ്തിതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിലുള്ള കഴിവ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക. അപ്പം അവർക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിലേ, അതായത് നിങ്ങളെ ദീനിൽ നിന്ന് മടക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ദീനിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടെങ്കിലേ അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. പക്ഷെ അവരെ കൊണ്ട് കഴിവിന്റെ പരമാവധി അവര് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരു ചാൻസും അവര് മിസ്സാക്കൂല നിങ്ങളെ ദീനിൽ നിന്ന് പുറത്താക്കാനുള്ള. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുള്ള തൗഫീഖ് കൊടുക്കണം അല്ലെ, എന്നാലേ അവര് ഈ പറഞ്ഞ പണിയിൽ സക്സസ്ഫുൾ ആവുള്ളൂ. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യും. അവർ മുസ്ലിങ്ങളെ പിടിച്ചടക്കും, പീഡിപ്പിക്കും, ഉപദ്രവിക്കും, കൊല്ലും. അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതികളിലൊക്കെ പലതും അവര് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നമ്മള് ആ സമയത്തുള്ള മുസ്ലിങ്ങൾ വിശ്വാസികൾ അവര് ദീനിനെ ഒഴിവാക്കിയിട്ടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ബിലാൽ റളിയല്ലാഹു അൻഹു, എന്ത് രീതിയിലുള്ള പീഡനം അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോഴും അദ്ദേഹം എന്താ പറഞ്ഞോണ്ടിരുന്നത്? അഹദ് അഹദ്. എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ ഒഴിവാക്കൂല മക്കളെ അല്ലെ, ഞാൻ അള്ളാഹു, എനിക്ക് അള്ളാഹു മതി അല്ലെ. അതേപോലെ അബൂജഹലിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ട്, നിങ്ങൾ ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ പറയുന്ന ലാത്തെ ഉസയും ഞാന് ആരാധിക്കൂല, അഹദ്. നിങ്ങൾ ഇനിയും പീഡിപ്പിച്ചോ, എന്നിട്ട് നോക്ക് ഞാൻ ഒഴിവാവുന്നുണ്ടോ. അപ്പം അവര് ഏതറ്റം വരെ നമ്മളുടെ ദീനിൽ നിന്ന് ഒഴിവാവുന്ന വരെയുള്ള ഏതറ്റം വരെയും അവരെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി അവര് ശ്രമിക്കും. പക്ഷെ അവർക്ക് പറ്റൂല അല്ലെ. കാരണം പറ്റണമെങ്കിൽ അള്ളാഹു അവർക്ക് അതിനുള്ള തൗഫീഖ് കൊടുക്കണം. സത്യം പറയണെങ്കിൽ ഒരു വ്യക്തിക്ക് ഇസ്ലാമില് ഫേമായിട്ടില്ലേ, ഇസ്ലാമത്തോടു കൂടി തുടരണമെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുക്കണം അല്ലെ. അള്ളാഹുവിന്റെ അനുസരണയിൽ തുടരണമെങ്കിൽ അള്ളാഹു തൗഫീഖ് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും പലരും പല പ്രവർത്തനങ്ങൾ അല്ലെ,
ചെയ്യാൻ വേണ്ടി തുടങ്ങും പലതും. ഇനിയിപ്പോ മുസ്ലിം അല്ലാത്ത ആൾക്കാർ മുസ്ലിം ആയി വരും. പക്ഷേ ആ ഒരു കാര്യത്തിൽ അവർ ചെയ്യാൻ തുടങ്ങിയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നു കഴിയുമ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടാവുമ്പോൾ പോലും, ചെറിയൊരു പീഡനം, ചെറിയൊരു വിമർശനം ഉണ്ടാവുമ്പോൾ പോലും അവര് നിർത്തിക്കളയും അല്ലെ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ നിർത്തിക്കളയും. നമ്മളൊക്കെ തന്നെ പല നല്ല പ്രവൃത്തികളും ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പല പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ തന്നെ നമ്മൾ അങ്ങ് തീരുമാനിക്കും, ഓ ഇത് എന്നെ കൊണ്ട് പറ്റൂല, ഇത് ഞാൻ നിർത്തുകയാണ് അല്ലെ. അപ്പം ആ ഒരു സംഭവത്തിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, എന്തൊരു കാര്യത്തിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് വേണം. ആണ് പലപ്പോഴും ഇപ്പം പല ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പലരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും എല്ലാവരുടെ സംസാരത്തിന്റെ കൺക്ലൂഷനിൽ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ആവുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് മാറ്റം വരുന്നില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇബാദത്ത് ആ ഒരു ശ്രമമാണ്. അസ്തഈനു ബിസ്സബ്രി വസ്സലാ. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, സബർ കാണിച്ചുകൊണ്ടേയിരിക്കുക. മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ പാളിപ്പോയാൽ, തെറ്റുകൾ വീണ്ടും വന്നു പോയാൽ തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടേയിരിക്കുക. എത്രത്തോളം കാലം നമ്മൾ ആ സഴി നമ്മൾ തുടരുന്നു, അത്രയും കാലം അത് നമ്മളുടെ ഇബാദത്താണ്. പക്ഷേ നമുക്ക് ആ ഒരു മാറ്റം വരണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് വേണം അല്ലെ. അപ്പം നമ്മളെ ഇബാദത്ത് ഇന്നതാണെന്ന് പലപ്പോഴും ഇബ്ലീസ് നമ്മളെ കൊണ്ട് മറപ്പിച്ച് കളയും. ഇബ്ലീസ് നിരാശ ഇട്ട് തരും. നീ എത്ര കാലമായി തുടങ്ങിയിട്ടില്ലേ, എത്ര കാലമായി വലിയ കാര്യത്തിൽ തഫ്സീറൊക്കെ കേൾക്കുന്നു, പഠിക്കുന്നു, എന്നിട്ട് എന്തോ മാറ്റം ഉണ്ടോ? നമുക്ക് നിരാശ വരും. നമുക്ക് എല്ലാവർക്കും വരുന്നില്ലേ അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി വരുന്നില്ലേ ഈ ഒരു ചിന്തയും നിരാശയും? സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ഇബാദത്ത് എന്താ? ശ്രമിച്ചുകൊണ്ടിരിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, പാളിപ്പോയ തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹ് തൗഫീഖ് തരണം നമുക്ക് ഏതൊരു മാറ്റം വരണമെങ്കിലും. അപ്പം ഔട്ട് ഓഫ് ടോപ്പിക്ക് പോയി. ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരാളും ദീനിൽ തുടരണമെങ്കിൽ, അതേപോലെ ഏതൊരാളെയും ദീനിൽ നിന്ന് തുടച്ചു മാറ്റണമെങ്കിലും ആ മാറ്റാനുള്ള കഴിവും അള്ളാഹ് കൊടുക്കണം. ഒരാൾക്ക് ദീനിൽ തുടരാനുള്ള കഴിവും അള്ളാഹ് കൊടുക്കണം. നമുക്കൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഫറിങ് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ആളുകൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ആ വിമർശനത്തിന് നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആ വിമർശനം താങ്ങിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നന്മ ചെയ്ത് പോവാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. ഇനി നമ്മൾക്ക് തോന്നുന്ന, അല്ലോ എന്നെ കൊണ്ട് പറ്റൂല, ഇനി മുന്നോട്ട് പോകാൻ പറ്റൂല, ഒരു അടി എനിക്ക് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അള്ളാന്റെ തൗഫീഖ് വേണം. ചോദിച്ചുകൊണ്ടേയിരിക്കും, അള്ളാന്റെ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കും. അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനികും ഇൻ ഇസ്തതാഉ. അവര് നിർത്തൂല അല്ലെ, അവരെ നിർത്തൂല. അവരെ കൊണ്ട് കഴിവിന്റെ പരമാവധി അവരെ നിങ്ങളുടെ ദീനിൽ നിന്ന് മടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷെ അള്ളാഹു വാണിംഗ് തരാണ്, മിൻകും അൻ ദീനിഹി. ആര് അവന്റെ ദീനിൽ നിന്ന് മടങ്ങിക്കളയുന്നുവോ, യർത്തദിദ് റോ ദാൽ ദാൽ സെയിം റൂട്ട്. റിദ്ദ എന്ന് പറഞ്ഞാല് വിശ്വാസത്തിൽ നിന്ന് മടങ്ങൽ. നമ്മൾ മുർത്തത് കേട്ടിട്ടുണ്ടാവും അല്ലെ. മുർത്തത് എന്ന് പറഞ്ഞാൽ വിശ്വാസിയായിരുന്ന ഒരാള് അവിശ്വാസിയായി മാറിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളാണ് മുർത്തത് എന്ന് പറയാറ് അല്ലെ. അപ്പം ആര് അവന്റെ ദീനിൽ നിന്ന് തിരിഞ്ഞു കളയുന്നോ, മടങ്ങിക്കളയുന്നോ, എനിക്ക് ഇനി എന്നെ കൊണ്ട് ഇത് പറ്റൂല അല്ലെ, എനിക്ക് ഈ പീഡനം, ഈ വിമർശനം ഇനി താങ്ങാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ആര് മടങ്ങിക്കളയുന്നുവോ, അല്ലാഹുവിന്റെ വാണിംഗ് ആണ്. എന്തൊരു ദുനിയാവാണത്! ഇത്രയും ആളുകൾ, ഇത്രയും പീഡനങ്ങളും ഇത്രയും വിമർശനങ്ങളും ഒക്കെ എന്നെ കൊണ്ട് പറ്റൂല, എത്ര കാലമാണെന്ന് വെച്ചാൽ സഹിക്കാം, അല്ല ഇല്ലേ അല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. എന്റെ ദ്വാകൾ അല്ല കേൾക്കുന്നില്ലേ? ഇസ്ലാം സത്യമല്ലേ? സത്യമാണെങ്കിൽ അള്ളാഹു സഹായിക്കണ്ടേ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആളുകൾ പല എക്സ്ക്യൂസസും പല കാരണങ്ങളും പറഞ്ഞ് അല്ലെ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ നിർത്തുകയും അതേപോലെ ദീനിൽ നിന്ന് മടങ്ങുകയും ഒക്കെ ചെയ്യും. അള്ളാഹു പറയാണ്, അങ്ങനെ ദീനിൽ നിന്ന് ആരെങ്കിലും മടങ്ങിയിട്ട് ഫയമുത്ത്, എന്നിട്ട് അവൻ മരിക്കുകയാണെങ്കിൽ, യമുത്ത് മീം വാവ്ത മൗത്ത്, ഓക്കെ. അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് മടങ്ങി അവൻ മരിക്കുകയാണെങ്കിൽ വഹുവ കാഫിറുൻ, അതായത് അവൻ ആ സത്യനിഷേധി ആയിക്കൊണ്ട്, അവിശ്വാസത്തിലായിക്കൊണ്ട് അവൻ മരിക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരാള് മുസ്ലിമായി
എന്നിട്ട് മുസ്ലിമായിട്ട് അയാൾക്ക് എന്തായാലും പ്രയാസങ്ങൾ വരും അല്ലെ. പ്രയാസങ്ങൾ വരുമ്പോൾ എനിക്കിത് താങ്ങാൻ പറ്റൂല, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാ പിന്നെ എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവിശ്വാസിയായി മാറുന്നുണ്ടെങ്കിൽ അക്കൂട്ടര് എന്താണ്, അവരുടെ അമലുകൾ കംപ്ലീറ്റ് വേസ്റ്റ് ആക്കിയവരാണ്. സുബ്ഹാനല്ലാഹ്. അവര് അവരുടെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് നിഷ്ഫലമാക്കിയവരാണ്. ഹബിത്തത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അതിനൊരു പ്രയോജനം ഇല്ലാണ്ടിരിക്കുക, ഒരു റിസൾട്ട് ഇല്ലാതിരിക്കുക, അതുകൊണ്ടൊരു ഗുണം ഇല്ലാതിരിക്കുക, വേസ്റ്റ് ആയി പോവാം. അപ്പം അവരുടെ അമാൽ അല്ലെ, അമലിന്റെ പ്ലൂറലാണ് അമാൽ, അവരുടെ അമലുകൾ വേസ്റ്റ് ആയി പോയി, അതിന് ഒരു പ്രയോജനവും അല്ലെ, ഒരു റിവാർഡും ഒരു പ്രതിഫലവും ഇല്ലാണ്ടായി പോകും. ഫിദ്ദുന്യ, ഈ ലോകത്തും, വൽ ആഖിറ, പരലോകത്തും. അയാൾ പ്രവർത്തിച്ച ഏതൊരു നന്മയും ഒരു ഗുണവും ഇല്ലാണ്ടായിക്കോളും അവർക്ക് ഇഹലോകത്തും പരലോകത്തും അല്ലെ. സുബ്ഹാനല്ലാഹ്. ലോകത്ത് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരാള് മുസ്ലിം ആയിരുന്നു, ഇതുപോലെ ഇസ്ലാമിലേക്ക് വന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പീഡനങ്ങളൊക്കെ പ്രയാസങ്ങൾ വന്ന് അയാൾ തിരിഞ്ഞ് മുർത്തതായി, ഓക്കെ, വിശ്വാസം വെടിഞ്ഞ് പോവാണ്. പക്ഷെ അപ്പോഴും അയാൾ പറയാണ്, ഇസ്ലാമിൽ ഇന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആളുകളെ സഹായിക്കുന്ന അല്ലെ, ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് സഹായങ്ങൾ എത്തിക്കുന്ന, മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വാക്കുകൊണ്ടും നോക്കുകൊണ്ടൊക്കെ ഉള്ള സഹായം എത്തിക്കുന്ന ഈ ഒരു പണി എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അയാൾ ഇസ്ലാം വിട്ടു കഴിഞ്ഞാലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പലതും ഇസ്ലാമിലെ പല കാര്യങ്ങളും അയാൾക്ക് ഇഷ്ടമാണ്, അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്തെന്നെ ചെയ്തു കഴിഞ്ഞാലും എന്താണ്, അവൻ ദുനിയാവിൽ ചെയ്യുന്ന ഒരു കാര്യത്തിനും യാതൊരു വെയിറ്റും ഇല്ല അല്ലെ, ഒരു പ്രയോജനവും ഇല്ല. വൽ ആഖിറ, പരലോകത്തും അല്ലെ, അവനിനിയിപ്പോ എത്ര നമസ്കാരങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും, സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും, ഇനിയിപ്പോ മാറിയതിനു ശേഷം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവന് പരലോകത്തും അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. ഉലൈക അസ്ഹാബുന്നാർ, അത്തരത്തിലുള്ള ആളുകളാണ് എന്ത്, നരകത്തിന്റെ സഹാബാക്കൾ അല്ലെ, കൂട്ടാളികൾ, നരകത്തിന്റെ ആളുകള്. ഹും ഫീഹ ഖാലിദൂൻ, അവരതില് ശാശ്വതമായിട്ട് താമസിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വരുന്ന തലമുറകളെയും ഒക്കെ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം അവിശ്വാസത്തിലേക്ക് പോകുന്നതിനെ തൊട്ട്. ആമീൻ. അപ്പം എന്താണ് ഈ ആയത്തിൽ നമ്മൾ കാണുന്നത്? മുസ്ലിങ്ങൾ എന്ന നിലയിൽ സുബ്ഹാനല്ലാഹ് നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലെ. നമ്മൾ എത്രത്തോളം ദീനിൽ മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുവോ, എത്രത്തോളം നമ്മൾ ദീനിൽ നല്ല നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനും കൂടുതൽ മെച്ചപ്പെടാനും ശ്രമിക്കുന്നുവോ, അത്രത്തോളം വിമർശനങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സത്യം പറയണമെങ്കിൽ നമ്മളെ വിമർശിക്കുന്നവർ ചെയ്യുന്ന തിന്മകൾ അതിനേക്കാൾ ഭീകരമായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അതിഭീകരമായ തിന്മകൾ ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മളെ വിമർശിക്കുന്നത്. നമ്മളുടെ വളരെ ചെറിയൊരു മിസ്റ്റേക്കും എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് അതിനെ പ്രൊപ്പോർഷൻ അപ്പുറത്തേക്ക് അല്ലെ, എന്തോ ഭീകരമായ തിന്മയാക്കിയിട്ട് കാണിച്ചുകൊണ്ടേയിരിക്കും. അവരതിനേക്കാളും വലിയ ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലേ, ഭീകരമായ അള്ളാഹുവിന്റെ കാഴ്ചയുള്ള തെറ്റുകൾ അവർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മളെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. നടക്കുന്നില്ല, ഇപ്പോഴും നടക്കുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇന്നും ഒരു മുസ്ലിം ശരിയായ രീതിയിൽ ഇസ്ലാമികമായിട്ട്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, വസ്ത്രം ധരിച്ചു വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് എന്താണ്, കൂളിഷാണ് അല്ലെ, ജോക്കർമാരി ഉണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. എന്നാൽ അത് മുസ്ലിം അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ പോലും അതിനകത്ത് എന്തൊക്കെ. സുബ്ഹാനല്ലാഹ്. ഒരു വ്യക്തി വന്നിട്ട് അയാളെ കണ്ണിന്റെ മുമ്പിലുള്ള എല്ലാരെയും വെടിവെച്ച് കൊല്ലാണ്. അയാൾ മുസ്ലിം ആണെങ്കിൽ അയാൾ തീവ്രവാദിയാണ്, അമുസ്ലിം ആണെങ്കിൽ അയാൾക്ക് എന്തോ സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട്, പാവം അല്ലെ, ട്രീറ്റ്മെന്റ് ആവശ്യമായ അയാൾക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊരു പുതിയൊരു കാര്യമല്ല, ഇന്നും നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയത്തും ഒരുപാട് നടന്നുകൊണ്ടിരുന്നതാണ് അല്ലെ. മുശ്രിക്കീങ്ങള് രാവും പകലും ഇല്ലാതെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എവിടുന്ന് ഒരു മുസ്ലിമിനെ കിട്ടിയാലും അവര് ഉപദ്രവിക്കും. അത് എത്ര ശ്രേഷ്ഠനായ മുസ്ലിം ആണെങ്കിൽ പോലും അവൻ ഇസ്ലാം സ്വീകരിച്ചോ അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തില് ഒരാളെ കൊല്ലപ്പെട്ടപ്പം അതൊരു വലിയ ഇഷ്യൂ ആക്കി. സുബ്ഹാനല്ലാഹ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലെ. മുസ്ലിം കൊന്നു കഴിഞ്ഞാല് ഫ്രണ്ട് പേജിലെ വാർത്തയാണ് തീവ്രവാദമാണ്, ആ മുസ്ലിം കൊന്നു കഴിഞ്ഞാല് അതെന്തോ സുഗല്യായിട്ടാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇത് ഇങ്ങനെ കൊലപാതകത്തിന്റെ ലെവലിലുള്ള വലിയ ലെവലിലല്ല, ഈവൻ കുഞ്ഞു കുഞ്ഞു ലെവലുകളിൽ പോലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാം. നമ്മളെയൊക്കെ ചിലപ്പം ഒരു ഉദാഹരണം പറയാം. ഒരു കുടുംബത്തില് രണ്ട് കസിൻസ്, ഓക്കെ, രണ്ടുപേർക്കും വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് നടന്നു എന്ന് വെക്കാം. ഒരാൾ നല്ല ദീനിയായിട്ടുള്ള കുട്ടിയും
വേറൊരാള് ഒരു ദുനിയാവി വേൾഡിൽ ജീവിക്കുന്ന കുട്ടിയാണ്. ഈ ദീനിയായ കുട്ടീന്റെ സുബ്ഹാനല്ലാഹ് ഡിവോഴ്സിന്റെ കാരണം അവളുടെ ദീനായിരിക്കും. ഒക്കെ അപ്പോഴേ കുറച്ച് ഓവറാണ് അല്ലെ, ദീൻ ഓവറായിട്ട് വന്നതാണ്, ഇത് ഇത്രയ്ക്ക് ആവശ്യമില്ലായിരുന്നു. എന്നാൽ മറ്റേ കുട്ടിക്ക് അത് എക്സ്ക്യൂസ് ആണ് അപ്പൊ അല്ലെ. അപ്പം നമ്മളൊക്കെ ചെയ്യുന്ന എന്ത് പ്രവർത്തനത്തിന്റെയും കാരണം നമ്മളുടെ ഓവറാക്കുന്ന ദീനായി മാറും. സുബ്ഹാനല്ലാഹ്. അപ്പം ഏതൊരു ലെവലിലും ഇതുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. പക്ഷെ നമുക്കിതും പ്രയോജനമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതും പ്രയോജനം. കാരണം നമ്മൾ ഇന്നലെ എന്താ പഠിച്ചേ, സുബ്ഹാനല്ലാഹ്. ഇതുപോലെ ആളുകൾ നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും എടുത്തെടുത്ത് നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതും നമ്മൾ ഗുണത്തിനാക്കി മാറ്റും. എങ്ങനെ? നമ്മൾ ഒന്നും കൂടെ ആ കാര്യം കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങും അല്ലെ. നമ്മളുടെ ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും, നമ്മൾ മാറ്റം വരുത്താൻ തുടങ്ങും. അത്രയും അവര് വിമർശിച്ചത് കൊണ്ട് നമ്മളെ പാപഭാരം നാളെ യൗമുൽ ഖിയാമയിൽ അള്ളാഹിന്റെ മുമ്പിൽ കുറഞ്ഞു കിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പം ആളുകൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് വലിയൊരു ലെസൺ ആണ്. ഇനി അടുത്തൊരു ലെസൺ എന്ന് പറയുന്നത്, ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ, ഈ വിമർശിക്കുന്ന ആളുകൾ അവരുടെ തന്നെ തെറ്റുകൾ കാണാതെയാണ്, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിച്ചിട്ടാണ് നമ്മളെ വിമർശിക്കുക പലപ്പോഴും അല്ലെ. നമ്മളെ വിമർശിക്കുന്ന പലരും അതിനും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സുബ്ഹാനല്ലാഹ്. വലിയ വലിയ ഭീകരമായ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവര് നമ്മളുടെ ഒരു ചെറിയൊരു കാര്യം പൊക്കിപ്പിടിച്ചു വരും. ഇപ്പൊ ഇവിടെ മുശ്രിക്കുകളുടെ ഒരുപാട് തിന്മകൾ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഭീകരമായിട്ടുള്ളത്. പക്ഷെ അവർ അതൊന്നും വലിയ തെറ്റായിട്ട് കാണുന്നില്ല. പക്ഷെ ഈ ഒരു മുസ്ലിമിനോട് അബദ്ധത്തില് ഒരു കൊലപാതകം നടന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്. സുബ്ഹാനല്ലാഹ്. ഈ കാര്യം നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് പോലെ തന്നെ പലപ്പോഴും നമ്മളും ഇതിനകത്ത് പെടുന്ന ആൾക്കാരാണ് അല്ലെ. മറ്റുള്ളവർ എന്താ ചെയ്യുന്നത്, അവരുടെ തെറ്റുകൾ എന്താന്ന് നമ്മൾ തേടി നടക്കും. അവരുടെ തിന്മകള്, അവരുടെ കുറവുകള്, അവരുടെ അപാകതകൾ അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ഒരു കാര്യം അതോളം അങ്ങനെ ചെയ്തതുകൊണ്ടാ. സുബ്ഹാനല്ലാഹ്. നമ്മളെ തെറ്റുകൾ പലപ്പോഴും കാണൂല. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടുത്തു നോക്കിയാൽ പോലും ഭാര്യക്ക് ഹസ്ബൻഡിനെ കുറിച്ച് കുറേ പ്രശ്നങ്ങൾ, കുറ്റങ്ങൾ പറയാനുണ്ടാവും. സുബ്ഹാനല്ലാഹ്. മൂപ്പര് അങ്ങനത്തെ ആളാ, മൂപ്പര് ഇങ്ങനത്തെ ആളാ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇതേ ചോദ്യം ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കാം, നിങ്ങളെ ഭാര്യയെ കുറിച്ച്. മൂപ്പരുടെ അടുത്തും ഉണ്ടാവും ഒരു ലിസ്റ്റ്. സുബ്ഹാനല്ലാഹ്. അത് പക്ഷെ നമ്മൾ കാണുന്നുണ്ടാവില്ല. നമ്മൾ മൂപ്പരെ തിന്മകൾ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ അല്ലെ. ഈ ഒരു സംഭവം എല്ലാവരുടെ ഇടയിലും, ഒരു അമ്മായിമ്മ മരുമകളാണെങ്കിലും ഒരു അധ്യാപകൻ വിദ്യാർത്ഥിനി ആണെങ്കിലും ഒക്കെ അപ്പുറത്തെ സൈഡിലും കുറേ തെറ്റുകളുണ്ട്, നമ്മളെ സൈഡിൽ കുറേ തെറ്റുകളുണ്ട്. പക്ഷെ നമ്മൾ മറ്റേ ആളുടെ തെറ്റുകളാണ് കാണുക. നമ്മളും ഇതിനകത്തുള്ള ആൾക്കാർ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ പറഞ്ഞ ഈ മുശ്രിക്കുകൾ ചെയ്ത പോലെ നമ്മൾ ആയി പോവരുത്. സുബ്ഹാനല്ലാഹ് അല്ലെ. എവിടെയും ലെസൺസ്, ഏത് വഴിക്ക് പോയാലും നമുക്ക് ലെസൺസ് എടുക്കാനുണ്ടാവും. ഇമാം ഷാഫി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ നാവുകള് മറ്റുള്ളവരുടെ ഷെയിം ഒക്കെ, അതായത് അവരുടെ കുറവുകള്, നാണക്കേടുകള് നിങ്ങൾ പറയരുത്. സുബ്ഹാനല്ലാഹ്. കാരണം നിങ്ങളെ ഷെയിമില്, നാണക്കേടില് മുങ്ങിയിരിക്കുന്ന ആൾക്കാരാണ്. കാരണം നമുക്ക് അത്രയും കുറവുകളുണ്ട്, അത്രയും തെറ്റുകൾ, അത്രയും തിന്മകളുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഓൾ പെർഫെക്റ്റ് ആണ്, ഞാൻ എല്ലാം ശരിക്കും കറക്റ്റായിട്ട് ചെയ്യുന്ന ആളാണ്, ഞാൻ വളരെ നല്ല രീതിയിലേ സംസാരിക്കാറുള്ളൂ, ഒരാളെ ഞാൻ വിഷമിപ്പിക്കൂല, പറയാൻ പറ്റും? നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അല്ലെ. നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അദ്ദേഹം പറയാണ്, എല്ലാവർക്കും നാവുകളുണ്ട്. നിങ്ങൾക്ക് നാവുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ആൾക്കാർക്കും നാവുണ്ട്. നിങ്ങൾക്ക് അവരെ വിമർശിക്കാമെങ്കിൽ അവർക്ക് നിങ്ങളെയും വിമർശിക്കാം. സുബ്ഹാനല്ലാഹ്. മറ്റൊരു പണ്ഡിതൻ പറഞ്ഞതായിട്ട്, ആളുകളിൽ ഏറ്റവും വലിയ തിന്മയുള്ള ആളുകൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ തിന്മയെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും വലിയ തിന്മ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ തിന്മയെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്. കാരണം അവരവരുടെ സ്വയം തിന്മയിട്ട് തിരുത്താത്തത് കൊണ്ടാണ്, അവരുടെ സ്വയം തിന്മ കാണുക പോലും ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് മറ്റുള്ളവരുടെ തിന്മയെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. സുബ്ഹാനല്ലാഹ്. ഒന്നാലോചിച്ചൊക്കെ, നമ്മള് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ തെറ്റ് കാണുന്നില്ല, അവിടെയും നമ്മൾ ഡൗൺ ആണ് അല്ലെ. നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ തെറ്റ്. നമ്മുടെ തെറ്റുകൾ നമ്മൾ കാണുന്നില്ല, അതിനേക്കാളും വലിയ തെറ്റ്. എന്നിട്ട് അതിന്റെയും പുറമെ മറ്റുള്ളവരുടെ തെറ്റിനെ നമ്മൾ എടുത്തെടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏറ്റവും വലിയ തെറ്റുകാര് ആളുകളിൽ മറ്റുള്ളവരുടെ തെറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഒരിക്കൽ ഒരു വിവേകിയായ ഒരു മനുഷ്യന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ അങ്ങനെ വിമർശിക്കാത്തത്, അല്ലെങ്കിൽ ആരെക്കുറിച്ചൊന്നും പറയാത്തത്? അദ്ദേഹം പറയണ്ടേ, എനിക്ക് എൻ്റെതായ ഒരുപാട് തെറ്റുകളുണ്ട്, എനിക്ക് നാണക്കേട് തോന്നുന്നു എൻ്റെ തെറ്റുകളുടെ കാര്യത്തില്. സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെയാണ് എൻ്റെ ആ തെറ്റിനെ കുറിച്ച് ഞാൻ നാണം കെട്ടിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരുടെ തെറ്റിനെ കുറിച്ച് എടുത്തു പറയുന്നത്? എന്ത് ധൈര്യമാണ് എനിക്കുള്ളത്? സുബ്ഹാനല്ലാഹ്.
അപ്പം നമ്മളെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെയും കൂടെ എടുത്ത് പറയുമ്പോൾ നമ്മൾ ഇരട്ടി തെന്മ ചെയ്യുന്ന ആൾക്കാരായി. പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ, വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ മുശ്രിക്കീങ്ങൾ ഓരോന്ന് മോശക്കാരെന്നൊക്കെ നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ. അവർ വലിയ തെറ്റ് ചെയ്തിട്ട് ഈ ചെറിയ തെറ്റിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മളിലേക്ക് തന്നെ നോക്കാം. നമ്മളും അങ്ങനെ ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ അർത്ഥം നിങ്ങൾ ഇതിട്ടച്ച് പോകണം എന്നല്ല അല്ലേ. അഥവാ നിങ്ങൾ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തതൊക്കെ വേസ്റ്റ് ആയി പോകും. ഇവിടെയും അവിടെയും വേസ്റ്റ് ആയി പോകും. അള്ളാഹ്ക്ക് നിങ്ങളെ ആവശ്യമില്ല അല്ലേ. നിങ്ങൾക്കാണ് അള്ളാഹിന് ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ ഫേമായിട്ട് നിൽക്ക്. പ്രയാസങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. എളുപ്പം വരും അല്ലേ. പ്രതിഫലം ഉണ്ട് നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ നിർത്തിപ്പോയാ നിങ്ങൾ അനുഭവിക്കും. സുബ്ഹാനല്ലാഹ്. ഒരാള് ഒരു വലിയൊരു മൗണ്ടൻ, ഒരു മല കയറുകയാണ്, അല്ലെങ്കിൽ ഒരു പർവ്വതം കയറുകയാണ്. കയറി സാധാരണഗതിയിൽ എങ്ങനെയാ കയറുക? ഒരു കയറെടുത്തിട്ട് ഇങ്ങനെ മേലെ കയറിയും അല്ലെ. എന്നിട്ട് അതിന്റെ മേലെ ആ റോപ്പിനെ പിടിച്ചിട്ടാണ് കയറുക. സപ്പോസ് ആ പോണ വഴിക്ക് ആ കയറ് പൊട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്. കയറ് പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ആ ഒരു പാറ ഏതാണോ അതിൽ പിടിച്ച് നിൽക്കുക ചെയ്യല്ലേ സാധാരണഗതിയിൽ. ആ മല അല്ലെങ്കിൽ പർവ്വതം കയറുമ്പോൾ എവിടുന്നെങ്കിലും സഹായം വരും അല്ലെ. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും ഇതുപോലെ കയറുന്ന വേറെ ആരെങ്കിലും എന്നെ സഹായിക്കും. അല്ലെങ്കിൽ മുകളിൽ നിന്ന് ആരെങ്കിലും താഴോട്ട് ഇറങ്ങി വന്നിട്ട് എന്നെ സഹായിക്കും എന്ന് വിചാരിച്ചിട്ട് മുറുക്കി പിടിച്ച് നിൽക്കും അല്ലെ. അങ്ങനെ അത് മുറുക്കി പിടിച്ച് നിന്നിട്ട് മെല്ലെ മെല്ലെ കയറാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും. എനിക്കൊണ്ട് പറ്റൂല എന്ന് തോന്നും അല്ലെ. പലപ്പോഴും അങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ചോ. പറ്റൂല എന്ന് തോന്നും. പക്ഷെ ആ പറ്റൂല എന്ന് തോന്നുന്ന സമയത്ത് അവരാ മുറുക്കി പിടിച്ച പാറ വിട്ടിട്ട് എന്തെങ്കിലും ആവട്ടെ, എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്നാണ് നിർത്തി കളഞ്ഞാൽ എന്തായി? നേരെ താഴെയാണ് അല്ലെ. അവർ കയറി അത്രയും ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴാണ്. മരണം ഉറപ്പാണ്, നാശത്തിലേക്കാണ്. എന്നാൽ മുറുക്കി പിടിച്ചിട്ട് എനിക്ക് സഹായം വരും, എന്തെങ്കിലും ആരെങ്കിലും എന്നെ സഹായിക്കുന്നു പറഞ്ഞ് മുറുക്കി പിടിച്ചു നിന്നാൽ അവിടെ സഹായം കിട്ടാനും രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ഹല ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അള്ളാഹുവിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പല പ്രയാസങ്ങളും വരും. നിങ്ങൾ വിട്ടേച്ച് പോകരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ഇപ്പൊ ഈ പർവ്വതം കയറിയ ആളെ പോലെ ആവൂലേ. ആ കൈ വിട്ട് കഴിഞ്ഞാൽ അയാൾ താഴെ എത്തി. അയാൾ ചെയ്തത് മുഴുവൻ ഇല്ലാണ്ടായി. സുബ്ഹാനല്ലാഹ്. ഇത് ദീൻ വിട്ടുപോകുക എന്നുള്ള ആശയത്തിനെ പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ദീനിനകത്ത് നമ്മൾ ചെയ്യുന്ന പല വർക്കുകളുണ്ട് അല്ലെ. നമ്മൾ ഏറ്റെടുത്ത് പലതും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പല പ്രയാസങ്ങളും വരും. നമ്മളെ ഇട്ടേച്ച് പറഞ്ഞയക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രയാസങ്ങളും വരും. മുറുകെ പിടിക്കുക. അള്ളാന്റെ സഹായം വരും. അങ്ങനെ നമ്മൾ ഓരോന്ന് ഇട്ടേച്ച് പോകുമ്പോൾ നമുക്ക് ദീനിൽ കണ്ടിന്യൂ ചെയ്യാൻ പ്രയാസമായിരിക്കും. പക്ഷെ ഓരോന്ന് വരുമ്പോഴും ഈ ക്രിറ്റിസിസം, ഈ വിമർശനങ്ങളും പ്രയാസങ്ങളും വന്നുകൊണ്ടേയിരിക്കും. നമ്മളെക്കാളും ഭീകരമായി തെറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ വിമർശിച്ചു കൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ നഷ്ടക്കാരായി. സുബ്ഹാനല്ലാഹ്. അത് ഞാൻ പറഞ്ഞു, ചെറിയ ലെവലിലും വലിയ ലെവലിലും അല്ലെ. ദീനിൽ നിന്ന് കംപ്ലീറ്റ് അവിശ്വാസത്തിൽ പോകുന്നവരാണെങ്കിൽ കംപ്ലീറ്റ് നഷ്ടത്തിലായി. പക്ഷെ ഇതുപോലെ നമ്മളൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്ത് അത് ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ നഷ്ടക്കാരൻ തന്നെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ആ അവസരം നഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഒന്നേന്ന് തുടങ്ങണം വീണ്ടും അങ്ങനെ ഒരു അവസരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഇസ്തിഖാമത്തോട് കൂടി തുടരാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. അടുത്തതൊരു ചെറിയ ആയത്താണ്, 218. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് ഉലൈക യർജൂന റഹ്മത്തല്ലാഹി വല്ലാഹു ഗഫൂറുർ റഹീം. നിശ്ചയമായും വിശ്വസിച്ചവരും ഹിജ്റ, അതായത് സ്വദേശം വിട്ടു പോവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും ചെയ്തവരും അതെ അക്കൂട്ടർ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു ആകട്ടെ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വാക്കർത്ഥം, ഇന്ന നിശ്ചയമായും, അല്ലദീന ആമനു വിശ്വസിച്ചവർ, വല്ലദീന ഹാജറു ഹിജ്റ പോയവരും, ഹാജിയും റോ, വജാഹദു സമരം ചെയ്തവരും, ജീം ഹ ദാൽ, ഫീ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ, ഉലൈക അക്കൂട്ടർ, യർജൂന അവർ പ്രതീക്ഷിക്കുന്നു, റോ ജീം വാവ്, റഹ്മത കാരുണ്യത്തെ, അള്ളാഹുവിന്റെ, വല്ലാഹു അള്ളാഹു ഗഫൂറുൻ ഏറെ പൊറുക്കുന്നവനാണ്, റഹീമുൻ കരുണാനിധിയാണ്. തഫ്സീർ നോക്കാം. അള്ളാഹു പറയണേ, ഇന്നല്ലദീന ആമനു നിശ്ചയമായും
ആര് വിശ്വസിച്ചവർ, വല്ലദീന ഹാജറു, ആര് ഹിജ്റ പോയോ, ഹിജ്റ ഹാജറു അല്ലെ, ഹാ ജീം റ. ഹിജ്റ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഉപേക്ഷിച്ച് പോവാ, അതിനെ വിട്ട് അകന്നു പോവാ. അത് നമ്മൾ ശാരീരികമായിട്ട് ഫിസിക്കലായിട്ടുള്ള ഒരു പാർട്ടിങ് ആകാം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന്, ഒരാളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒക്കെ നമ്മൾ അകന്നു പോകുന്നതിനെയാണ് ഹിജ്റ എന്ന് പറയാം. ഇപ്പം ഒരാള് കുറച്ച് ആൾക്കാരെ കൂടെ ഇരിക്കുകയാണ്, പെട്ടെന്ന് അയാൾ അവിടെ നിന്ന് എണീറ്റിട്ട് പോവുകയാണെങ്കിൽ അതിനും ഹജറ, അയാൾ പോയി. ഓക്കെ, അയാൾ ആ സ്ഥലം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ആ കൂട്ട ആളുകളെ ഉപേക്ഷിച്ചിട്ട് അയാൾ പോയി, അവരെ വിട്ടു എന്ന് ഉള്ള അർത്ഥം. ഓക്കെ, ഇത് ഏതർത്ഥത്തിലും ആവാം. ഒരാള് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾക്ക് പരദൂഷണം പറയുന്ന ഒരു ശീലമുണ്ട്, പക്ഷെ അയാൾ പെട്ടെന്ന് അത് നിർത്തി. അപ്പം ആ ഒരു സംസാരത്തിൽ നിന്ന് പോലും അയാൾ അകന്നു. ഓക്കെ, അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു, അതും ഒരു തരത്തിലുള്ള ഹിജ്റയാണ്. അപ്പം എന്തെങ്കിലും മോശം കാര്യങ്ങൾ, മോശം വാക്കുകൾ, മോശം പ്രവർത്തനങ്ങളൊക്കെ നിർത്തിപ്പോയാലും അതും ഹിജ്റയാണ്. ഹിജ്റ ശരിക്കും രണ്ട് രീതിയിലാണ്, ഒന്ന് ഖാസ്, മറ്റേത് ആം. ഖാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ, ആം എന്ന് പറഞ്ഞാൽ ജനറൽ. ഓക്കെ, സ്പെഷ്യൽ ആയിട്ടുള്ള അർത്ഥമുള്ള ഹിജ്റയുണ്ട്, അതേപോലെ ജനറൽ ആയിട്ട് അർത്ഥമുള്ള ഒരു ഹിജ്റയുണ്ട്. ഖാസ് ആയിട്ടുള്ള ഹിജ്റ എന്ന് പറയുന്നത് ഒരാള് ദീൻ ഓക്കെ, അവന്റെ ദീനിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര പ്രയാസമായി മാറാണ് അയാൾ താമസിക്കുന്ന സ്ഥലത്ത്, ഇമ്പോസിബിൾ ആവാണ്, ദീനിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പം അയാൾ ആ സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്ത് പോയി സെറ്റിൽ ആവാണ്. എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, ഈ അള്ളാഹിനെ കുറച്ചും കൂടി എളുപ്പത്തിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. ഈ തരത്തിലുള്ള ഹിജ്റയാണ് ഖാസ് ആയിട്ടുള്ള ഹിജ്റ, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ഹിജ്റ. ഇനി ആം ആയിട്ടുള്ള, അതായത് ജനറൽ ആയിട്ടുള്ള, പ്രത്യേകമല്ലാത്ത ജനറൽ അർത്ഥത്തിലുള്ള, പൊതുവായ അർത്ഥത്തിലുള്ള ഹിജ്റ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തി ചീത്ത കാര്യങ്ങളിൽ നിന്ന്, ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്ന്, ചീത്ത വാക്കുകളിൽ നിന്ന്, ചീത്ത കമ്പനിയിൽ നിന്ന് ഒക്കെ മാറി നിൽക്കല്, അതാണ് ആം ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഹിജ്റ. എന്നിട്ട് നല്ല പ്രവർത്തികളിലേക്ക്, നല്ല ആളുകളിലേക്ക്, നല്ല സംസാരങ്ങളിലേക്കൊക്കെ മാറല്. അപ്പം നമ്മൾ ചിലപ്പം ചില ആൾക്കാരുടെ കൂടെ നമ്മൾ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, എന്ത് കാര്യത്തിന് വേണ്ടി ആയിക്കോട്ടെ, അവരുടെ കൂടെ പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് അവർ നമസ്കാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആൾക്കാരായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് പലപ്പോഴും അവരുടെ കൂടെ പുറത്തു പോകുമ്പോൾ നമസ്കാരം മിസ്സാവുന്നത് നമ്മൾ നോട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് തീരുമാനിക്കും? ഇല്ല, ഇനി ഇവരെ കൂടെ പോയാൽ ശരിയാവൂല അല്ലെ, നമ്മൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കും. ആ ഒരു ശീലം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ, ആ ഒരാളെ നമ്മൾ അങ്ങ് വിട്ടുകളയാണ്. അപ്പം ഇത് ജനറൽ ആയിട്ടുള്ള ആം ആയിട്ടുള്ള ഹിജ്റയാണ്. അതുപോലെ പല 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 സാഹചര്യങ്ങളും, ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ സംസാരങ്ങൾ സുബ്ഹാനല്ലാഹ്, പലപ്പോഴും അവരുടെ സംസാരങ്ങളിൽ ഒന്നെങ്കിൽ ഗോസിപ്പുകൾ, പരദൂഷണങ്ങൾ വരും, അല്ലെങ്കിൽ സിനിമ പോലെയുള്ള, അതുപോലെ മ്യൂസിക് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ അന്യ പുരുഷന്മാരും അവരുടെ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയ യൂസേജ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം നമുക്ക് അവരെ കൂടെ ഇരിക്കുമ്പം ഇതിനൊക്കെ കൂടുതൽ അതിനെക്കുറിച്ച് കേൾക്കുമ്പം ഇതിനകത്തൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അല്ലേ, ആ സീരീസ് ഒന്ന് കണ്ടു നോക്കിയാലോ, അല്ലെങ്കിൽ ആ വ്ളോഗ് ഒന്ന് കണ്ടു നോക്കിയാലോ, അല്ലെങ്കിൽ ആ ആണുങ്ങളുടെ കൂട്ടത്തിൽ അല്ലെ അവരെ കൂടെ ഒന്ന് ചില്ല് ചെയ്യാൻ പോയി നോക്കിയാലോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. സുബ്ഹാനല്ലാഹ്, ഇത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊക്കെ എന്താണ്? ആം ആയിട്ടുള്ള ഹിജ്റയിൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഹിജ്റ രണ്ട് തരത്തിലാണ്, ഖാസും ആമും. ഖാസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനമായിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റാണ്ട് പീഡനങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വേറൊരു നാട്ടിൽ ചെന്ന് സെറ്റിൽ ആവുന്നത്. ആമായിട്ടുള്ള ഹിജ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചറിഞ്ഞ്, അത് വാക്കാവാം, പ്രവൃത്തിയാവാം, ആൾക്കാരാവാം, അതിൽ നിന്ന് നമ്മൾ മാറാൻ വേണ്ടി സ്റ്റെപ്പുകൾ എടുത്ത് മാറി നിൽക്കുന്നതിനാണ് എന്ത്? ആമായിട്ടുള്ള ഹിജ്റ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ചില കൂട്ടങ്ങളിൽ ചെന്നപ്പെടുമ്പോൾ അല്ലെ, ചില ആളുകളുടെ കൂടെ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ അവരുടെ കമ്പനി എൻജോയ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുണ്ടാവുന്നുണ്ടാവില്ല, നമ്മൾ ഭയങ്കര പ്രയാസപ്പെട്ടായിരിക്കും അവരിൽ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് തോന്നുകയാണ് ഇവരിൽ നിന്ന് നമ്മൾ അകന്നാലും, അല്ലെങ്കിൽ ഇവർ പറയുന്ന സംസാരത്തിനൊക്കെ നമ്മൾ എതിർത്ത അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും എൻ്റെ അടുത്ത് നാകുന്നു പോകും, പിന്നെ എനിക്ക് ആരും ഇല്ലാണ്ടായിപ്പോകും, ഞാൻ ഒറ്റക്കായിപ്പോകും. അങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ സ്വാഭാവികമാണ്, ഇബ്ലീസ് ഇട്ട് തരും. നമ്മളൊക്കെ ജീവിതത്തിന്റെ ഒരു ഫേസിൽ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളവർ തന്നെയാണ്.
പലരും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അല്ലെ, കുടുംബത്തിലെ പലരും പലതും പറയുന്നതും അവരുടെ ഇൻട്രസ്റ്റുകളൊന്നും നമുക്ക് മാച്ച് ആവാതിരിക്കുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് അത് വേണ്ട, അല്ലെങ്കിൽ അത് ശരിയില്ല, അങ്ങനെ നമ്മൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ ശരിയില്ല ശരിയില്ല എന്നാകുമ്പോൾ അവരും എല്ലാം നമ്മളെ അടുത്ത് നിന്ന് വിട്ടുപിടിക്കും അല്ലെ. അപ്പം അതിന് നമ്മൾ ഭയപ്പെട്ടിട്ട് നമ്മളിങ്ങനെ അവരെ കൂടെയൊക്കെ ഇരുന്ന് കൊടുത്ത് അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് കാണിച്ചു കൊടുക്കും. കാരണം നമുക്ക് പേടിയാണ്, ഇതിൽ നിന്ന് അകന്നു പോയാൽ ഞാൻ ഒറ്റപ്പെട്ടു പോവോ. സുബ്ഹാനല്ലാഹ്, ഇത് പല ലെവലുകളിൽ ഇക്കാര്യം നടക്കാറുണ്ട്. ഇപ്പം ഒരു കോളേജിലോ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ഒരു കാരണത്താലാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ അവരുടെ ഇഷ്ടങ്ങളോട് അഡ്ജസ്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നുള്ള ഒരു ചിന്ത അല്ലെ. നമ്മളൊക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളിലൊക്കെ ഇത് കാണുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്തരത്തിലുള്ള ഭയം സുബ്ഹാനല്ലാഹ് എല്ലാവർക്കും ജീവിതത്തിന്റെ പല പല സ്റ്റേജുകളിൽ പല പല രീതികളിൽ വരാറുണ്ട്. എല്ലാവർക്കും വരും. സുബ്ഹാനല്ലാഹ്, എനിക്കും നിങ്ങൾക്കും ഒക്കെ വന്നിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഖുർആനിലെ സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ. എന്താണ്? വളരെ പെട്ടെന്ന് തന്നെ അല്ലെ, അള്ളാഹുവിന്റെ വുദ്, ഇഷ്ടം, സ്നേഹം, അള്ളാഹുവിന്റെ കാരുണ്യവാനായത് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം, സ്നേഹം അവരിലേക്ക് വരും. അവരുടെ ഹൃദയങ്ങളിൽ അല്ലെ, ആളുകളുടെ ഹൃദയങ്ങളിൽ അവർക്ക് വേണ്ടി ഇഷ്ടം ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നാണ്. നമ്മൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയാലും അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി അവിടെ നമ്മൾ ഹിജ്റ നടത്തിയാൽ അല്ലെ, ആ ഹിജ്റ എന്ന് പറയുന്നത് ആമായിട്ടുള്ള ഹിജ്റ, ആ ആൾക്കാരിൽ നിന്ന് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ, നമുക്ക് ആരും ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാലും വിഷമിക്കണ്ട. നിങ്ങൾ നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കുക, നല്ല ആളുകളുടെ കൂടെ ആയിക്കൊണ്ടേയിരിക്കുക. കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ഹിജ്റയുടെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അള്ളാഹു ഉടനെ നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹം ആളുകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. സുബ്ഹാനല്ലാഹ്. ഈവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പോയപ്പോഴും ആ ഭയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിലുണ്ടായിരുന്നു അല്ലെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളൊക്കെ മക്കയിലാണ്, ഗോത്രവും കുടുംബവും ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ മക്കയിലാണ്. പക്ഷേ അവർ പുതിയൊരു സിറ്റിയിലേക്ക് അല്ലെ, പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ്, പുതിയ ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ മുസ്ലിങ്ങൾക്കും, ഹിജ്റ പോയ എല്ലാ മുസ്ലിങ്ങളുടെ മനസ്സിലും ആ ഭയം ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്, അതിനൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അൻസാറുകളെ കൊടുത്തു അല്ലെ, പുതിയ ഫ്രണ്ട്സ്. സുബ്ഹാനല്ലാഹ്, അതും ഏതറ്റം വരെയും അവർക്ക് വേണ്ടി പോകുന്ന ഫ്രണ്ട്സ്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചോ, ഞങ്ങളുടെ സ്വത്തിൽ ഷെയർ എടുത്തോ അല്ലെ, ഞങ്ങളുടെ പൈസ നിങ്ങളുടെയും കൂടെ പൈസയാണ്. പലരും രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഭാര്യ ഏതാ, അതിനെ എടുത്തോ, ഞാൻ ഡിവോഴ്സ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, അത്രയ്ക്ക് ആ ഒരു വുദ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവര് പലപ്പോഴും അവരെക്കാളും മുഹാജിറുകളെ അല്ലെ, അൻസാറികള് അവരെ സ്വന്തത്തെക്കാളും മുഹാജിറുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. സോ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊരു കാര്യം നിർത്തുകയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഭയം വരും. അല്ല, ഇത് ചെയ്തു കഴിഞ്ഞാല് ഇവര് എന്നെ ഒഴിവാക്കൂലേ അല്ലെ, അല്ലെങ്കിൽ ഇവർക്ക് എന്നോട് എന്തെങ്കിലും തോന്നുമോ, അപ്പൊ നാളെ എന്റെ കാര്യം എന്താവും അല്ലെ. പലപ്പോഴും നമ്മള് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് കല്യാണങ്ങളിലെ മോശം അല്ലെ ദൂർത്തുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആൾക്കാർ പറയാം, നമ്മൾ നാളെ അവരെ കാണേണ്ടതല്ലേ അല്ലെ, അവരെനിക്ക് അത് തന്നിട്ടുണ്ട് ഇത് തന്നിട്ടുണ്ട്, അവരുള്ളതുകൊണ്ട് എന്റെ ഈ കാര്യം നടക്കുന്നത്. അപ്പം അത് ബേസിക്കലി ഒരു ഭയമാണ്. ഇവരെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ നാളെ ഇവരെനിക്ക് ഉണ്ടാവില്ലല്ലോ, ഇവരെന്നെ മാറ്റി നിർത്തുമല്ലോ എന്നുള്ള ഒരു ഭയമാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാന്റെ സഹായം വരും അല്ലെ. അള്ളാഹ് അതിനേക്കാൾ മെച്ചപ്പെട്ടത് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഹിജ്റ നടത്തി കഴിഞ്ഞാൽ അള്ളാഹ് തരും. സുബ്ഹാനല്ലാഹ്. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് അത്തരത്തിലുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മളെ ഈ ഒരു കോണ്ടെക്സ്റ്റ് പറയുമ്പോൾ നമ്മളെ മക്കളെ കാര്യം പ്രത്യേകം എടുത്ത് പറയണം. അവര് പലപ്പോഴും പല കാര്യങ്ങളിലും അവർക്ക് ഈ ഒരു ലോൺലിനെസ് ഇഷ്യൂ ഉണ്ട്. അവർ ഈ ലോൺലിനെസ് ഇഷ്യൂ കാരണമാണ്, അത് ഒറ്റപ്പെട്ടു പോകുന്ന ഭയം കാരണമാണ് അവർക്കൊക്കെ ദീനും നമ്മൾ കൊടുത്ത ദീനും നമസ്കാരങ്ങളും അവരുടെ വസ്ത്രധാരണങ്ങളും ഒക്കെ അവർക്കറിയാം, ഈ ശരികളൊക്കെ അവർക്കറിയാം. പക്ഷെ അവർക്ക് ഭയമാണ്, സമൂഹത്തിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്നുള്ള ഭയം കാരണമാണ് അവരൊക്കെ പലപ്പോഴും വീട്ടിൽ നിന്ന് നല്ല നീയത്തോടു കൂടി ഇറങ്ങിക്കഴിഞ്ഞാലും സ്കൂളിലെത്തുമ്പോൾ അല്ലെങ്കിൽ കോളേജിലെത്തുമ്പോൾ ഇതൊക്കെ മറന്ന് അതിനകത്ത് പെട്ടുപോകണം. ശരിക്കും നമ്മൾ അവരെ മനസ്സിലാക്കണം. നമ്മളെ മക്കളെ കുറ്റം പറയുന്നതിന് മുമ്പ് അവരെത്രത്തോളം പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. പക്ഷെ അവരെടുത്ത് അവരുടെ ഒരു മദ്രസ ടീച്ചറോ അല്ലെങ്കിൽ അവർ യൂട്യൂബിൽ കാണുന്ന ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു ഷോർട്ടോ പറയാന്ന് വെച്ചോ, റീലോ പറയാന്ന് വെച്ചോ, എന്ത്
നിങ്ങൾ ഭയപ്പെടേണ്ട, അള്ളാന്റെ സഹായം നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു കമന്റ് കൊണ്ട്, ഒരു പോസ്റ്റ് കൊണ്ട് അവർക്കത് മനസ്സിലാവുന്നു? അവർക്ക് മനസ്സിലാവില്ല. അവർക്കിത് മനസ്സിലാവണമെങ്കിൽ, അതായത് ഇവരിതിൽ നിന്നൊക്കെ മാറി നിന്നാലും ഇവർ ഒറ്റപ്പെടൂലാന്ന്. എങ്ങനെ മുഹാജിറുകൾക്ക് അൻസാറുകൾ ഉണ്ടായിരുന്നു, എങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പല നിയമങ്ങളും സമൂഹത്തിനെതിരെ നിന്ന് അനുസരിക്കുമ്പോഴും സഹായം വരുന്നു എന്ന് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മൾ അവരുടെ വീടുകൾക്കകത്ത് ലിവിങ് പ്രൂഫ് ഉണ്ടായിരിക്കണം. ആ ലിവിങ് പ്രൂഫ് ഒരു കമന്റ് കൊണ്ടോ ഒരു വീഡിയോ കൊണ്ടോ ഒരു ടീച്ചർ ഒരിക്കൽ പറഞ്ഞത് കൊണ്ടോ മാറുന്ന കാര്യമല്ല. അവർക്ക് വർഷങ്ങളോളം അവർ വീട്ടിനകത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവണം. ശരിയാണ്, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ അള്ളാഹിനെ അനുസരിച്ചതിന്റെ പേരിൽ ഒറ്റപ്പെട്ടിട്ടില്ല. കൂടുതൽ സന്തോഷത്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. കൂടുതൽ നല്ല കൂട്ടത്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അല്ലേ? അതവർ കാണണം. അപ്പം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകൾ, നമ്മൾ എടുക്കുന്ന മാറ്റങ്ങൾ അത് ക്ലിയർ ആയിരിക്കണം. എന്നിട്ട് അതിന് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ അവരുടെ കണ്ണിന് മുമ്പിൽ അനുഭവത്തിൽ വരണം. നമ്മൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ കുട്ടികളെ മദ്രസയിലേക്കും ഏതെങ്കിലും ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ തള്ളിവിട്ട് അവിടുന്ന് ആ ടീച്ചർ പഠിപ്പിച്ചു കൊടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നാളത്തേക്ക് ഇങ്ങോട്ട് ഫുൾ നന്നായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് ഒരിക്കലും ഇല്ല. ഇതൊരു ലോങ് പ്രോസസ്സാണ്. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അത് മറ്റേത് ഒരു ഇൻപുട്ട് മാത്രമാണ്. അവർക്ക് കിട്ടുന്ന ക്ലാസ്സുകളും അവർ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുക്കുന്ന ഡിഗ്രികളും ഒക്കെ ഒരു ഇൻപുട്ടാണ്. അത് വേണം, എന്തായാലും വേണം. പക്ഷേ അതിന്റെ കൂടെ വർക്ക് ആവുക നമ്മൾ വീടുകളിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്ന ലിവിങ് മാതൃകകളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ഈ കാര്യം ഇപ്പൊ പറഞ്ഞത് ഈ ലോൺലിനെസ് ഇഷ്യൂ ആണ്. കാരണം പലരും പല തെറ്റുകളിലും ചെന്ന് പെട്ടുപോണതും ആ തെറ്റുകളിൽ തുടരുന്നതും ഇതുപോലെ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കാരണമാണ്. സമൂഹത്തിൽ നിന്ന് അകന്നു പോകുമോ, അവരെന്നെ കൂടെ കൂട്ടൂലേ എന്നുള്ള ഭയമാണ്. അത്രയ്ക്ക് ധൈര്യമൊന്നും ആർക്കും ഇല്ല ഉള്ളില്. അള്ളാഹിനനുസരിച്ച് കഴിഞ്ഞാൽ എനിക്ക് അള്ളാഹ് സഹായം തരും, അള്ളാഹ് സ്നേഹം തരും, അള്ളാഹ് സ്നേഹമുള്ള ആൾക്കാരെ ഇട്ട് തരും എന്നൊന്നും ചിന്തിക്കാനുള്ള, അങ്ങനെയുള്ള ധൈര്യമുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ധൈര്യമൊന്നും പലർക്കും ഇല്ല. അതൊക്കെ അത്രയും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആല അത്രയും തൗഫീഖ് കൊടുത്ത ആളുകൾക്ക് മാത്രമേ ആ രീതിയിൽ മാറാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളെ പോലെ ഇത് മനസ്സിലാക്കിയ ആളുകൾ അത് മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കണം. ഒറ്റപ്പെടൂല നിങ്ങൾ അള്ളാഹിനനുസരിച്ചതിന്റെ പേരിൽ. അള്ളാഹിന്റെ പേരിൽ ഹിജ്റ നടത്തിയതിന്റെ പേരിൽ, അതായത് ഹിജ്റ എന്ന് പറയുമ്പോൾ ഈവൻ ഒരു തെറ്റായ ഒരു വാക്ക് നിർത്തിയതിന്റെ പേരിൽ പോലും പലപ്പോഴും നമ്മൾ പരദൂഷണങ്ങളിലും പെട്ടുപോകുന്നത് അങ്ങനെയാ അല്ലെ? പലരും നമ്മളെ കൂടെ ഇരുന്ന് പരദൂഷണം പറയുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്താലും, അല്ലെങ്കിൽ ഇത് പറഞ്ഞാല് അവരെന്ത് വിചാരിക്കും അല്ലെ? അവരെന്നെ കൈ ഒഴിയുമല്ലോ, അവർക്ക് ദേഷ്യം വരുമല്ലോ, ഇവരെന്നെ കൊണ്ട് എന്തൊക്കെയോ പറയുമല്ലോ അല്ലെ? അതൊക്കെ വിചാരിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ പരദൂഷണങ്ങൾക്ക് വേണ്ടി പോലും ഇരുന്നു കൊടുക്കുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിലാവുമ്പോൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹ് അപ്പം തന്നെ എളുപ്പം തരില്ല, പക്ഷെ അള്ളാഹു എളുപ്പം തരും. അള്ളാഹു ആ വുദ് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ അള്ളാഹു പറയാണ്, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു, ആര് വിശ്വസിച്ചുവോ ഹിജ്റ ചെയ്തുവോ, വജാഹദു അവര് ജിഹാദ് ചെയ്തുവോ അധ്വാനിച്ചുവോ. ജിഹാദ് എന്ന് പറയുമ്പോൾ വേഗം നിങ്ങൾ യുദ്ധത്തിലേക്ക് പോകണ്ട, ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചതാണ് അല്ലെ? അവര് സ്ട്രഗിൾ ചെയ്യാണ് നഫ്സിന്റെ എതിരെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ യുദ്ധത്തിന് വേണ്ടിയും പോകും അല്ലെ? യുദ്ധമായിട്ടുള്ള ജിഹാദും അവർ ചെയ്യും. കാരണം മുസ്ലിങ്ങൾ അവർ ബദറിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്, ഉഹദിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് അല്ലെ? ആവശ്യം വന്നാൽ അവർ അതും ചെയ്യും. വജാഹദു ഫീ സബീലില്ലാഹ്. അള്ളാഹു പറയാണ്, ഉലൈക അക്കൂട്ടർ യർജൂന റഹ്മത്തല്ലാഹ്, അവര് അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്ന ആളുകളാണ്, ഹോപ്പ് ചെയ്യുന്ന ആളുകളാണ്. യർജൂന റോ ജീം വാവ് റജ. റജ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുക. അവർ അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ആരാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവർ? ഇവിടെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നവരാണോ? ആണോ? എനിക്ക് എന്തായാലും ഒന്നും ചെയ്യാനൊന്നും പറ്റൂല. ഞാൻ നിസ്കരിച്ച് നോമ്പ് പിടിച്ചപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. നിസ്കാരം നോമ്പിനെ ഒന്ന് കുറച്ച് കാണിക്കല്ല കേട്ടോ. ഞാൻ ഇന്നലെയും നമ്മൾ പറഞ്ഞിരുന്നു, കാരണം നമ്മൾ എപ്പോഴും അടുത്ത ലെവലുകളിലേക്ക് പോയേ മതിയാവും, ജിഹാദ് ചെയ്തേ മതിയാവും, ഹിജ്റ നടത്തിയേ മതിയാവും, മാറ്റങ്ങൾ വരുത്തിയേ മതിയാവും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ ആരാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിനെ പ്രതീക്ഷിക്കുന്നത്? ഹിജ്റ ചെയ്യുന്നവരല്ലേ, വിശ്വസിക്കുന്നവര്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവര്, അവർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തില് പ്രതീക്ഷ.
നമ്മളെങ്ങനെയാ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, കാര്യമായിട്ടൊന്നും ചെയ്യാണ്ട് അല്ലെ, വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളെ തന്നെ ഇങ്ങനെ കംഫർട്ട് സോണിലൊക്കെ ആക്കി വെച്ചിട്ട് ആയത്തുകളുടെ എണ്ണം കൂടാതെ പരീക്ഷ എഴുതിയിട്ട് അല്ലെ, ഒരു ഇത്രയും കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്ത് ഒരു പ്രയാസങ്ങളും എന്നെ ഞാൻ പ്രയാസപ്പെടുത്താതെ, ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒരു സ്റ്റെപ്പും എടുക്കാതെ, ഇനി അതും അല്ലെങ്കിൽ ഞാൻ കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തിട്ടും നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് അല്ലെ. അള്ളാഹു എനിക്ക് പുറത്തു തരും, അള്ളാഹു എനിക്ക് കാരുണ്യം തരും എന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? ആർക്കാണ് അള്ളാഹു കാരുണ്യത്തിന്റെ കാര്യം പറഞ്ഞത്? ജിഹാദ് ചെയ്യുന്നവർക്ക്, ഹിജറ ചെയ്യുന്നവർക്ക്. സുബ്ഹാനല്ലാഹ്. എന്നാ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കാം. അള്ളാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അവൻ നിങ്ങളുടെ കുറവുകൾ, അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടേ എന്ന് കഴിഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കുറവുകൾ പുറത്തു തരും. എന്നിട്ട് അള്ളാഹു നമുക്ക് കൂടുതൽ 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 ചെയ്യാനുള്ള അവസരങ്ങൾ കൊണ്ടുവന്ന് തരും. സുബ്ഹാനല്ലാഹ്. വളരെ വളരെ ലൈറ്റ് ആണെങ്കിലും വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് അല്ലെ. ശരിക്കും ഈ രണ്ടായത്തുകളിൽ രണ്ട് തരത്തിലുള്ള ആളുകളുടെ കമ്പാരിസൺ ആണ് നടത്തിയത് നമ്മളിവിടെ. അതുകൊണ്ടാണ് അത്രയും വലിയ ആയത്തായിട്ടും ഞാൻ ഈ ആയത്ത് ഇതിന്റെ കൂടെ കൂട്ടിയെടുത്തത് കേട്ടോ. സമയം അധികം എടുക്കുന്നു എന്ന് എനിക്കറിയാം, എന്നാലും ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. ഇതിൽ ആദ്യം പറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തീരെ വിമർശനങ്ങൾ താങ്ങാൻ പറ്റാണ്ട്, പ്രയാസങ്ങൾ താങ്ങാൻ പറ്റാണ്ട് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ഒരു പ്രയാസം ഒരു സ്റ്റെപ്പും എടുക്കാൻ പറ്റാത്ത ആൾക്കാർ. ഇനി അഥവാ അങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ വേഗം ഇട്ടേച്ചു പോകുന്ന ആൾക്കാർ അല്ലെ, ഇസ്ലാമിനെ തന്നെ ഇട്ടേച്ചു പോകുന്ന ആൾക്കാർ. അവരുടെ റിസൾട്ട് എന്താണ്? അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും വേസ്റ്റ് ആയി പോവാണ് അല്ലെ. അവരുടെ അമാലൊന്നും അവർക്കൊരു പ്രയോജനമില്ലാതെ, ഇഹത്തിലും പരത്തിലും പ്രയോജനമില്ലാത്ത പോകുന്ന ആൾക്കാരാണ്. അവർ നരകത്തിന്റെ ആളുകളാണ്. അവർ അതിനകത്ത് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നവരാണ്. അപ്പം ഈ ഒരു കാര്യം പറയുമ്പം അതിന്റെ ലെസർ ലെവലുകൾ അവിടെ ബാക്കിയുണ്ട്. നമ്മളും പറഞ്ഞ പോലെ അല്ലെ, ഇതിലേക്കെങ്കിലും ഇറങ്ങുമ്പോൾ വിമർശനങ്ങളാകുമ്പോൾ വേഗം നമ്മൾ ആ ഒരു കൊക്കൂന്റെ അകത്ത് അഭയം പ്രാപിക്കുന്നവരാണ്. അപ്പം അത് ഇതിന്റെ എന്താണ്, ഈ പറഞ്ഞ ദീനിനെ തന്നെ ഉപേക്ഷിച്ച് പോകുന്നവരുടെ ഒരു ചെറിയ ലെവലാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ കൂടുതൽ നമ്മൾ എപ്പോഴും ചെയ്യാൻ തയ്യാറാവണം. വിമർശനങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലെ. അപ്പം രണ്ടാമത്തെ അടുത്ത ആയത്തിൽ വേറൊരു ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെന്താണ്? ഫേമായിട്ട് നിൽക്കുന്നവരാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അവരെ ഒഴിവാക്കി പോണില്ല. അവർക്ക് അവിടെ ഒരു കാര്യം എന്തെങ്കിലും ചെയ്യൽ പ്രയാസം തോന്നി കഴിഞ്ഞാൽ അവർ വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു കൂട്ടരുടെ കൂടെ അവര് ആ പ്രവർത്തനം അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനം തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അവരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആൾക്കാരിൽ നിന്ന് അവർ മാറി നിൽക്കും. അവർ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് അവർ മാറി നിൽക്കും. എന്നിട്ട് വീണ്ടും 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 അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ടേയിരിക്കും. അവര് ഏതൊരു സാഹചര്യത്തിൽ നിന്നും ഹിജ്റ പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഹിജ്റ പോവും. അത് അവരുടെ വാക്കിൽ നിന്നാണെങ്കിലും പ്രവൃത്തിയിൽ നിന്നാണെങ്കിലും ആൾക്കാരിൽ നിന്നാണെങ്കിലും. അള്ളാഹു എന്താ പറയുന്നത്? അത്തരക്കാർക്ക് എന്ത് പ്രതീക്ഷിക്കാന്നാണ്? അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കാം. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും എന്താണ്? അള്ളാഹു ഗഫൂറുർ റഹീമാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സും അല്ലെ നമ്മളെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവന്ന് പഠിപ്പിച്ചു തരാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. നമുക്കെപ്പോഴും മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അള്ളാഹു ഇങ്ങനെ വരച്ചു വെച്ച പോലെ രണ്ട് കാര്യങ്ങൾ നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് പിക്ചറൈസ് ചെയ്ത് തരും. നമുക്കത് ഇമാജിൻ ചെയ്തിട്ട് ഏതെടുക്കണം നമുക്ക് തീരുമാനിക്കാം അല്ലെ. നമുക്ക് എന്തൊരു പ്രയാസം ഏത് ആളുകളുടെ അടുത്ത് നിന്ന് നമുക്ക് ഉണ്ടാവുമ്പോഴും, പുറത്തുനിന്ന് പല പ്രഷേഴ്സ് ഉണ്ടാവും അല്ലെ. അത് നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ ആവാം, സുഹൃത്തുക്കളിൽ നിന്നാവാം, കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നാവാം, ബന്ധുക്കളിൽ നിന്നാവാം. രണ്ട് രീതിയുണ്ട് റിയാക്ട് ചെയ്യാൻ. ഒന്നെങ്കിൽ എല്ലാം നിർത്തിയിട്ട് പോവാം, ഓക്കെ, അവരെ പേടിച്ച് അവർ പറയുന്നത് അല്ലെ, അവരതിനേക്കാളും വലിയ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അവരെ പേടിച്ച് നമ്മൾ നിർത്തിയിട്ട് പോവാം. അല്ലെങ്കിൽ ഫേം ആയിട്ട് അല്ലെ, ഫേം ആയിട്ട് അവിടെ നിൽക്കുക, അള്ളാന്റെ സഹായം ചോദിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക, കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങും, അള്ളാഹുവിന്റെ സഹായം ഇറങ്ങും, കാര്യങ്ങൾ നമുക്ക് എളുപ്പമാവും ഇഹലോകത്തും പരലോകത്തും. അള്ളാഹു ഗഫൂറുർ റഹീം. അള്ളാഹു മാത്രമേ ഉള്ളൂ ഗഫൂറും റഹീമും ആയിട്ടുള്ളവൻ. പലപ്പോഴും സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മൾ തെറ്റുകൾ ചെയ്ത ആളുകളുടെ അടുത്ത് ചെയ്യുന്ന തെറ്റുകൾ തൗബയുടെ ഭാഗമാണ് അവരുടെ അടുത്ത് ചോദിക്കുക എന്നുള്ളത് അല്ലെ. നിങ്ങൾ എനിക്ക് പുറത്ത് തരണം എന്ന് ചോദിക്കുക, ആൾക്കാരോട് നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും അവർ പലപ്പോഴും അതിനെ സ്വീകരിക്കാറില്ല അല്ലെ. എനിക്ക് ഇത് മാത്രം എനിക്ക് പൊറുക്കാൻ പറ്റൂല, ഇത് ഞാൻ പൊറുക്കൂല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആൾക്കാർ പറയുന്ന കേട്ടില്ലേ. ചിലർ പുറത്തു നിന്നൊക്കെ പറയുകയും ചെയ്യും, പിന്നീട് അവസരം കിട്ടുമ്പോഴൊക്കെ അത് എടുത്തു പറയുകയും ചെയ്യും അല്ലെ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അവർ നമ്മളെ റിജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ആ തെറ്റുകൾ ചെയ്തതിന്റെ പേരിൽ. ഒരു പൊറുക്കലും ഒരുപക്ഷെ അവർക്ക് തരാൻ പറ്റിയെന്നില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് നമ്മൾ പൊറുക്കലിനെ തേടിയാൽ പലപ്പോഴും ആളുകൾ അറിയ പോലുമില്ല നമ്മൾ ആ ചെയ്ത തെറ്റ്. പക്ഷെ അള്ളാഹു പുറത്തു തരും. അള്ളാഹു ഗഫൂറുർ റഹീം. അള്ളാഹു മാത്രമാണ് എന്ത്? ഗഫൂറും റഹീമും ആയിട്ടുള്ളവൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ.
ജീവിതം മാതൃകയാക്കി മാറ്റാനും നമ്മളുടെ മാതൃകകൾ മറ്റുള്ളവർക്ക് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള പ്രചോദനമാക്കാനും ഒക്കെയുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. ദീനിന്റെ മാർഗത്തിൽ കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാനും അതിനകത്ത് വരുന്ന പ്രയാസങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ബുദ്ധ് പ്രതീക്ഷിച്ചുകൊണ്ട് അതിൽ തുടരാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. കാരണം അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ തന്നെ തുടരാൻ പറ്റുള്ളൂ, അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോന്നിലും അള്ളാഹുവിന്റെ സഹായത്തിലും മുന്നേറുമ്പോൾ അള്ളാഹു കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തരും. സുബ്ഹാനല്ലാഹ്. അത് പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഒക്കെ മാതൃകയമായി മാറും. അള്ളാഹു അത്തരത്തിലുള്ള ഒരു മാറ്റം വന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മളെല്ലാവരെയും, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.